2023 ഡിസംബർ 9 വൈകുന്നേരം 4 മണി വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്ത് വാഗേരി മൂടക്കൊല്ലിയിലെ സൊസൈറ്റിയിൽ ക്ഷീരകർഷകർ പാലളക്കാനെത്തുന്ന നേരമാണ്. പതിവായി വരുന്ന പ്രജീഷ് എന്ന 36-കാരൻ അന്നേ ദിവസം പാലുമായിട്ട് എത്തിയിട്ടില്ല. പാലെടുക്കാൻ വന്നവരും കൊടുക്കാനെത്തിയവരും പ്രജീഷിനെ തിരക്കി. പ്രജീഷ് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിലേക്ക് അന്വേഷിച്ച് ചെന്നപ്പോൾ പകല് പശുവിന് പുല്ലരിയാൻ പോയ പ്രജീഷ് തിരിച്ചെത്തിയിട്ടില്ല എന്നായിരുന്നു മറുപടി. അതിനിടയിൽ പ്രജീഷിന്റെ ജീപ്പ് വഴിയരികിൽ കാപ്പിത്തോട്ടത്തിനടുത്ത് നിർത്തിയിട്ടിരിക്കുന്നത് ആരോ കണ്ടു. പ്രജീഷിന്റെ വീട്ടിനടുത്തുള്ള ആ കാപ്പിത്തോട്ടത്തിനിടയിലൂടെ ഒരു ഊടുവഴിയുണ്ട്. അത് ചെന്ന് അവസാനിക്കുന്നത് കാട് മൂടിക്കിടക്കുന്ന കൊല്ലിയിലാണ്. പശുവിന് പുല്ലരിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പ്രജീഷ് അവിടെ പോകാറുള്ളതാണ്. സ്വാഭാവികമായിട്ടും അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ അവനെ തിരഞ്ഞ് കൊല്ലിയുടെ പരിസരത്തേക്ക് എത്തി. കാപ്പിത്തോട്ടവും കൊല്ലിയും അതിലിടുന്നിടത്ത് അതാ പശുവിനരിഞ്ഞ ഒരു കെട്ട് പുല്ല് കിടക്കുന്നു. അത് കെട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വച്ച ചാക്കും അവിടെ തന്നെയുണ്ട്. പക്ഷെ തൊട്ടടുത്തായി ഒരു ചോരപ്പാട്, എന്തിനെയോ വലിച്ചിഴച്ചു കൊണ്ടുപോയ പാടുകൾ. പെരുമ്പറയടിക്കുന്ന ഹൃദയത്തോടെ നാട്ടുകാർ ആ പാടിന് പിന്നാലെ പോയി. കുറച്ചപ്പുറത്തായി പിന്നീട് അവർ കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ഒരു കടുവ അതിൻ്റെ ഇരയെ ആഹരിക്കുകയാണ്. തീറ്റയ്ക്കിടെ അപ്രതീക്ഷിതമായി കടന്നു വന്ന നാട്ടുകാരെ കണ്ടതോടെ വിരണ്ടുപോകുന്ന കടുവ കൊല്ലിയിൽ നിന്ന് കാടിന്റെ ഭാഗത്തേക്ക് ഓടി മറയുന്നു. നിലത്ത് തുടയിൽ നിന്ന് ഇറച്ചി മുഴുവൻ തിന്നുപോയ ഒരു മനുഷ്യദേഹം അവർ കണ്ടു. തലഭാഗം ഏതാണ്ട് ഛിന്നഭിന്നമായിട്ടുണ്ട് എങ്കിലും കൂട്ടത്തിൽ ഒരാൾ ആളെ തിരിച്ചറിഞ്ഞു. അത് പ്രജീഷാണ്. പ്രജീഷ് പോയി. അവനെ കടുവ കൊണ്ടുപോയി. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രജീഷ് എന്നത് ഒരു പേര് മാത്രമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ കടുവയുടെ ആക്രമണത്തിനിരയായി വയനാട്ടിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള നിരവധി പേരിൽ ഒരാൾ മാത്രം. ഈ ഒരു സംഭവം നടന്ന ഒരു വർഷത്തിനിപ്പുറം 2025 ജനുവരി 24 പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന 45-കാരിയുടെ ജീവൻ കൂടി കടുവയുടെ ആക്രമണത്തിൽ നഷ്ടമായിരിക്കുന്നു. പതിവ് പെട്രോളിങ്ങിനിടയ്ക്ക് വഴിയരികിൽ ചെരുപ്പും ചോരപ്പാടും കണ്ട് പിന്നാലെ പോയ തണ്ടർബോൾട്ട് സംഘമാണ് രാധയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. തല വേർപെട്ടുപോയി കമിഴ്ന്നടിച്ച് കിടക്കുന്ന നിലയിലായിരുന്ന ആ ശരീരത്തിൻ്റെ പിൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും തന്നെ കടുവ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. വനം വകുപ്പ് കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ തുടങ്ങിയ 2015 മുതൽക്ക്, അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് മാത്രം വയനാട്ടിൽ കടുവ പിടിച്ചിട്ടുള്ളത് 8 പേരെയാണ്. അതിനു മുന്നേയും വയനാട്ടിൽ എത്രയോ പാവപ്പെട്ട മനുഷ്യർ കടുവയ്ക്ക് ഇരയായിട്ടുണ്ടാവും. പക്ഷേ വനം വകുപ്പിൻ്റെ കയ്യിലുള്ള ഔദ്യോഗിക കണക്കുകൾ ഈ 8 പേരുടെ മാത്രമാണ്. വയനാട്ടിലെ പനവല്ലി, മൂലങ്കാവ്, മൂടക്കൊല്ലി, ചൂരിബല, പാമ്പുംകൊല്ലി, മൂന്നാനക്കുഴി, കേണിച്ചിറ എന്നിങ്ങനെ പലയിടങ്ങളിൽ പലപ്പോഴായിട്ട് കടുവ ഇറങ്ങി ആളെ കൊണ്ടുപോയിട്ടുണ്ട്. മനുഷ്യർക്ക് പുറമെ വളർത്തു പശുക്കൾ, ആടുകൾ, കോഴികൾ എന്നിങ്ങനെ പലതും കടുവയ്ക്ക് ഇരയാകാറുണ്ട്. കർണാടകയോട് വനാതിർത്തി പങ്കിടുന്ന ചെതലയം ഉൾപ്പെടുന്ന വയനാട് മേഖല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓരോ ദിവസവും ഉണരുന്നത് അന്തമില്ലാത്ത കടുവ ഭീതിയിലേക്കാണ്. ശാശ്വതമായ ഒരു പരിഹാര മാർഗവും വനം വകുപ്പിന് ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കാനില്ല എന്ന് മാത്രമല്ല, ഇര തേടി ഇങ്ങനെ കാടിറങ്ങുന്ന കടുവയെ ഒന്ന് വെടിവെക്കാൻ ഉത്തരവിടണമെങ്കിൽ ജനം തെരുവിലിറങ്ങി ലഹള കൂട്ടണം എന്ന അവസ്ഥയാണ്. കടുവകൾ ഇങ്ങനെ മനുഷ്യരുടെ ശത്രുക്കളായതിൻ്റെ, ആളക്കുല്ലികളും നരഭോജികളുമൊക്കെ ആയിത്തീർന്നതിൻ്റെ പിന്നിലുള്ള ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈയൊരു ചരിത്രത്തിലെ ഏറെ ഉദ്വേഗജനകമായിട്ടുള്ള അധ്യായങ്ങളിലൊന്ന്, വേട്ടക്കാരനായി തൻ്റെ കരിയർ ആരംഭിച്ച് പിന്നീട് കർമ്മകാണ്ഡത്തിൻ്റെ ഉത്തരാർദ്ധത്തിൽ അറിയപ്പെടുന്ന ഒരു വന്യജീവി സംരക്ഷകനും വന്യജീവി സംരക്ഷണ ദൗത്യങ്ങളുടെ പ്രചാരകനും പ്രശസ്ത എഴുത്തുകാരനും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും ഒക്കെ ആയിട്ട് മാറിയ ബ്രിട്ടീഷ് പൗരൻ ജെയിംസ് എഡ്വേർഡ് കോർബറ്റ് അഥവാ ജിം കോർബറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഉത്തരാഖണ്ഡിലെ ഒരു ദേശീയോദ്യാനം അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം എന്നറിയപ്പെടുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ്. ജിം കോർബറ്റിൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്ര ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന കീറാമുട്ടിയുടെ അസ്ഥിവാരം ചികഞ്ഞുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഭീതി പരത്തി വിഹരിച്ചിരുന്ന നരഭോജികളായ കടുവകളെ വേട്ടയാടാൻ വേണ്ടി ജിം കോർബറ്റ് എന്ന ബ്രിട്ടീഷ് ഓഫീസർ നടത്തിയിട്ടുള്ള സാഹസികമായ ശിക്കാറുകളുടെ കഥ. സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകൾ അട്ടിമറിക്കപ്പെടുമ്പോൾ കാടുവിട്ട് നാട്ടിലേക്കിറങ്ങുന്ന കടുവ എന്ന വന്യമൃഗം ഇന്നും നമ്മുടെ മലയോര ഗ്രാമങ്ങളിൽ നടത്തിവരുന്ന നരസംഹാരങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്.
ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അനാദികാലം മുതൽക്ക് തന്നെ മൃഗങ്ങൾ കഴിയുന്നത് കാട്ടിലാണ്. നമ്മൾ മനുഷ്യർ ജീവിക്കുന്നത് നാട്ടിലുമാണ്. കാട്ടിൽ കഴിയുന്ന മൃഗങ്ങൾക്ക് വിശക്കുമ്പോൾ വേട്ടയാടി കഴിക്കാൻ വേണ്ടത്ര മൃഗങ്ങളും കുടിക്കാൻ വേണ്ട ദാഹജലവും ഒക്കെ സുലഭമായിട്ട് കാട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നൊന്നും അവയ്ക്ക് നാട്ടിലേക്ക് ഇറങ്ങി വരേണ്ട ആവശ്യവും വന്നിരുന്നില്ല. അന്നൊക്കെ യാത്ര ചെയ്യുന്നതിനിടയിലോ മറ്റോ യാദൃച്ഛികമായിട്ട് കാട് മുറിച്ച് കടക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ മാത്രമായിരുന്നു മനുഷ്യർ ഈ കടുവയുടെയും സിംഹത്തിൻ്റെയും പുലിയുടെയും ഒക്കെ മുന്നിൽ ചെന്ന് പെട്ടിരുന്നതും അവയ്ക്ക് ഭക്ഷണമായിരുന്നതും. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ നാട്ടുകാർ കാടിൻ്റെ പരിസരങ്ങളിലേക്ക് ചെന്ന് കുടിയേറി പാർത്തു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഈ ഘോര വനാന്തരങ്ങൾക്കുള്ളിലെ കടുവയ്ക്കും സിംഹത്തിനുമൊക്കെ തിന്നാൻ വേണ്ടത്ര മാനുകളോ കുടിക്കാൻ വേണ്ടത്ര വെള്ളമോ ഒന്നും ഇല്ലാതെയായി. അങ്ങനെയാണ് അതൊക്കെ നാട്ടിലേക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ തേടി ഇറങ്ങി പുറപ്പെട്ടു വരാൻ തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന ഈ ഹ്യൂമൻ അനിമൽ കോൺഫ്ലിക്റ്റിന് തുടക്കമാവുന്നത്. അത് തുടക്കം കുറിക്കുന്നത് നായാട്ട്, ഷിക്കാർ, മൃഗയ എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യമൃഗവേട്ട എന്നൊരു സമ്പ്രദായത്തിനാണ്. നമ്മുടെ നാട്ടിലെ നായാട്ടിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഏറെ ശ്രദ്ധേയമായ ഗവേഷണ ഗ്രന്ഥങ്ങളിലൊന്ന് കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ ചരിത്രാധ്യാപകനായ ഡോക്ടർ വിനിൽ പോൾ എഴുതിയ മൃഗയ കേരളത്തിൻ്റെ നായാട്ടു ചരിത്രം എന്ന പുസ്തകമാണ്. ഇതിലെ പ്രസക്ത ഭാഗങ്ങളെ കാര്യമായിട്ട് ആശ്രയിച്ചിട്ടാണ് ഈ ഇലക്കം തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ നായാട്ടിൻ്റെ ചരിത്രം പൊതുവെ പണ്ടുകാലത്തെ രാജാക്കന്മാരുടെ കാലം തൊട്ട് തന്നെയാണ് ആരംഭിക്കുന്നത് എങ്കിലും അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ലിഖിത ചരിത്രം തുടങ്ങുന്നത് മുഗൾ ഭരണകാലത്താണ്. മുഗൾ ഭരണകാലത്തെ നായാട്ടിൻ്റെ സചിത്ര വർണ്ണനകളുള്ള നിരവധി പുസ്തകങ്ങൾ ഇന്ന് ലഭ്യമാണ്. അവയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നമുക്ക് കാണാനാവുക ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ജേർണലിൽ സലീം അലി പ്രസിദ്ധപ്പെടുത്തിയ ദ മുഗൾ എംപയേഴ്സ് ഓഫ് ഇന്ത്യ ആസ് നാച്ചുറലിസ്റ്റ് ആൻഡ് സ്പോർട്സ്മെൻ എന്ന ശീർഷകത്തിലുള്ള ഒരു പഠനത്തിലാണ്. രണ്ട് തരത്തിലുള്ള വേട്ടകളാണ് മുഗളന്മാർ നടത്തിയിരുന്നത്. ഒന്ന്, അവർക്ക് ആഹാരത്തിനു വേണ്ടിയുള്ള ഇറച്ചി കിട്ടാൻ. അന്നത്തെ മുഗൾ ചക്രവർത്തിമാരുടെ പല സദ്യകളിലും 35നും 40നും ഇടയ്ക്കിനം മൃഗങ്ങളുടെയെങ്കിലും മാംസം വിളമ്പിയിരുന്നതിൻ്റെ രേഖകളുണ്ട്. രണ്ട്, മനുഷ്യജീവനും കൃഷിക്കും നാശം സൃഷ്ടിക്കുന്ന വ്യാഘ്രങ്ങളെ കൊന്നുകൊണ്ടുള്ള ഒരു തരം ജനസേവനമായിരുന്നു. ഭരണകൂടം എന്ന നിലയ്ക്ക് ഇങ്ങനെയുള്ള ന്യായീകരണ ശ്രമങ്ങൾ പലതും പ്രത്യക്ഷത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും വിനോദത്തിനു വേണ്ടി തന്നെ വ്യാപകമായിട്ടുള്ള നായാട്ട് നടത്തിയവരായിരുന്നു മുഗൾ ചക്രവർത്തിമാരിൽ ഭൂരിഭാഗവും. ഉദാഹരണത്തിന് ഹുമയൂൺ ചക്രവർത്തി ആദ്യമായിട്ട് തൻ്റെ ജീവിതത്തിൽ ഒരു കണ്ടാമൃഗത്തെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ 17ാം വയസ്സിലാണ്. അന്നേ ദിവസം തന്നെ 2 കണ്ടാമൃഗങ്ങൾ അദ്ദേഹത്തിന് അമ്പിനിരയാവുന്നുണ്ട്. അതുപോലെ വലിയൊരു പക്ഷിസ്നേഹിയായിരുന്നു അക്ബർ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ 20,000-ൽ പരം പ്രാവുകളെ വളർത്തിയിരുന്നു. പക്ഷേ അതേ അക്ബർ തന്നെ വലിയൊരു നായാട്ട് കമ്പക്കാരൻ കൂടിയായിരുന്നു. പരിശീലനം സിദ്ധിച്ച പരന്തുകളുടെയും ചീറ്റപ്പുലികളുടെയും ഒക്കെ സംഘത്തെ കൂടെ കൂട്ടിയിട്ടാണ് അക്ബർ ഷിക്കാറിന് പുറപ്പെട്ടിരുന്നത്. വേട്ടയ്ക്ക് വേണ്ടി ഏറ്റവും അധികം ചീറ്റപ്പുലികളെ നിയോഗിച്ചിരുന്ന മുഗൾ ഭരണാധികാരി കൂടിയാണ് അക്ബർ എന്നാണ് എ ഹിസ്റ്ററി ഓഫ് ഷിക്കാർ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ R.W. ബാട്ടൺ എഴുതിയിട്ടുള്ളത്. അതുപോലെ മൃഗങ്ങൾക്കിടയിലെ പോര് കണ്ട് ആസ്വദിക്കുന്ന ഒരു സ്വഭാവവും അക്ബറിനുണ്ടായിരുന്നു. ആനകൾ, ഒട്ടകങ്ങൾ, എരുമകൾ, കോഴികൾ, കലമാനുകൾ, എന്തിന് ചിലന്തികൾ വരെ അക്ബറിൻ്റെ ആനന്ദത്തിനു വേണ്ടി പോരാട്ടത്തിൽ ഏർപ്പെട്ടതിൻ്റെ ചരിത്ര രേഖകളുണ്ട്. എന്തായാലും അക്ബർ ഒരൊറ്റ ആൾ മാത്രം ഏതാണ്ട് 3000-നും 4000-നും ഇടയിൽ വന്യമൃഗങ്ങളെ കൊന്നു തള്ളിയിട്ടുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. അക്ബറിന് ശേഷം വന്ന ജഹാംഗീറും പത്നി നൂർജഹാനും നായാട്ടിൽ ഒരേ കമ്പമുള്ളവർ തന്നെയായിരുന്നു. അതിവേഗത്തിൽ കുതിര ഓടിക്കാൻ കഴിഞ്ഞിരുന്ന നൂർജഹാൻ ഒരിക്കൽ ഒരു നായാട്ടിൽ ഒരൊറ്റ ദിവസം കൊണ്ട് കൊന്നു തള്ളിയത് 4 കടുവകളെയാണ്. ഈ ജഹാംഗീറിനാണെങ്കിൽ തൻ്റെ നായാട്ടിനെ സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്ന ശീലവും ഉണ്ടായിരുന്നു. തൻ്റെ ആയുഷ്കാലത്തിനിടയ്ക്ക് അദ്ദേഹം നായാടി കൊന്നിട്ടുള്ളത് 3230 മൃഗങ്ങളെയാണ് എന്നാണ് കണക്കുകൾ. അതിൽ കടുവകൾ മാത്രം 86 എണ്ണം വരും. ഈ നായാട്ടുകളുടെയൊക്കെ ചിത്രീകരണങ്ങൾ നമുക്ക് മുഗൾ കാല ചുവർ വരെ കാണാനാകും. ചുരുക്കത്തിൽ പിന്നീട് ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് നടമാടിയ വേട്ടയുടെ പൂർവ്വരൂപം തന്നെ ആയിരുന്നു മുഗൾ കാലത്ത് നടന്നിട്ടുള്ള നായാട്ടുകളുമെന്ന് വിനിൽ പോൾ തൻ്റെ പുസ്തകത്തിൽ നിരീക്ഷിക്കുന്നു. അതിന് ഉപോത്ബലകമായിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഈ 2 കാലഘട്ടങ്ങളിലെയും നായാട്ടുകളെ താരതമ്യം ചെയ്തുകൊണ്ട് സുപ്രസിദ്ധ നരവംശ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആനന്ദസ് പാണ്ഡ്യൻ നടത്തിയിട്ടുള്ള പ്രെഡേറ്ററി കെയർ ദ ഇംപീരിയൽ ഹണ്ട് ഇൻ മുഗൾ ആൻഡ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പഠനത്തെയാണ്. എന്തായാലും മുഗളർക്ക് ശേഷം ബ്രിട്ടീഷുകാർ നായാട്ട് ഏറ്റെടുത്തതോടെ ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രം കടക്കുന്നത് മറ്റൊരു ഘട്ടത്തിലേക്ക് തന്നെയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ നാട്ടിലെ വനങ്ങൾക്കും വന്യജീവികൾക്കുമൊക്കെ നേരിട്ടുള്ള ദുര്യോഗങ്ങളെക്കുറിച്ച്
നമ്മുടെ ചരിത്രകാരന്മാർ ആഴത്തിലുള്ള പഠനങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ സ്ഥാപിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കാടുകൾ വെട്ടിത്തെളിച്ചു നശിപ്പിച്ചു എന്നാണ് പ്രധാനമായിട്ടുള്ള ആക്ഷേപം. റെയിൽവേ സ്ലീപ്പറുകൾക്ക്, അതായത് പാളങ്ങൾക്ക് ചുവട്ടിലിടാനുള്ള തടിപ്പലകൾക്ക് വേണ്ടിയാണ് മരങ്ങളെമ്പാടും അവർ വെട്ടിവീഴ്ത്തിയത്. 1860കളിൽ റെയിൽവേക്ക് വേണ്ടി വന്നിരുന്നത് വർഷം തോറും 2.5 ലക്ഷത്തോളം സ്ലീപ്പറുകളാണ്. അതിനുവേണ്ടി അക്കാലത്ത് വെട്ടിവീഴ്ത്തിയിട്ടുള്ളത് ഏതാണ്ട് 35,000-ലധികം വൃക്ഷങ്ങളാണ്. 1870കളിൽ ഈ ഒരു ആവശ്യം പ്രതിവർഷം 10 ലക്ഷം സ്ലീപ്പറുകൾ എന്നായി വർദ്ധിച്ചപ്പോൾ നശിപ്പിക്കപ്പെട്ട കാടിൻ്റെ തോതും സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് വർദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെ റെയിൽവേയുടെ പേരും പറഞ്ഞ് കാട് കയറുന്ന ബ്രിട്ടീഷുകാർ ഒപ്പം നായാട്ടും വ്യാപകമാക്കുന്നു. അതിനു മുമ്പ് തന്നെ സത്യത്തിൽ നായാട്ട് തുടങ്ങിയിരുന്നു എന്നതിനും രേഖകളുണ്ട്. ഉദാഹരണത്തിന് 1832-33 കാലത്ത് ബ്രിട്ടീഷ് കുതിരപ്പട ഉദ്യോഗസ്ഥർ കുതിരപ്പുറത്ത് കയറി കാട് കയറി വ്യാപകമായിട്ട് സിംഹങ്ങളെ വെടിവെച്ച് കൊന്നിരുന്നു. ഗീർ വനത്തിനുള്ളിൽ അന്ന് അവർ 10 ദിവസത്തിനുള്ളിൽ വെടിവെച്ച് കൊന്നിട്ടുള്ളത് ഏതാണ്ട് 14 സിംഹങ്ങളെയാണ്. അക്കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസിൽ മൃഗങ്ങളെ കൊന്ന് അവയുടെ തോലെത്തിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമായിരുന്നു. നരഭോജികളായ വ്യാഘ്രങ്ങളെ കൊന്ന് തോലെത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം വളരെ കൂടുതലായിരുന്നു. 1822 മാത്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനി 5673 കടുവകളെ കൊന്നതിന് പ്രതിഫലമായിട്ട് വിതരണം ചെയ്തത് അന്നത്തെ 38,483 രൂപയാണ് എന്ന് ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷകനായിട്ടുള്ള വിജയ് രാംദാസ് മണ്ടാല തൻ്റെ ദ രാജ് ആൻഡ് ദ പാരഡോക്സസ് ഓഫ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ, ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് എക്സ്പീരിയൻസീസ് എന്ന തൻ്റെ പഠനത്തിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും ബ്രിട്ടീഷ് കമ്പനി അവരുടെ സർവാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി കടുവ എന്നൊരു ശത്രുവിനെ ആദ്യം തന്നെ കണ്ടെത്തിയിരുന്നു എന്ന് ചുരുക്കം. ഈ 19ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള കടുവ വേട്ട പ്രധാനമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെയും പുരുഷത്വത്തിൻ്റെയും ഒക്കെ സൂചകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും കരുത്തനും അപകടകാരിയുമായിട്ടുള്ള വ്യാഘ്രത്തെ ജയിച്ചവൻ എന്നതായിരുന്നു ഇതിലൂടെ ലഭ്യമായിരുന്ന പദവി. കടുവകളെ വിജയകരമായിട്ട് കീഴടക്കിയാൽ മാത്രമേ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയെ അടക്കി ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതായിരുന്നു അന്നത്തെ അവരുടെ വിശ്വാസം. അന്നത്തെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കടുവ അല്ലെങ്കിൽ സിംഹം എന്നത് ധൈര്യത്തിൻ്റെയും ശൗര്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് കണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പല നാട്ടുരാജ്യങ്ങളും അവരുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിട്ട് കടുവകളെയും സിംഹങ്ങളെയും ഒക്കെ അവരുടെ കൊടികളിൽ പ്രതിഷ്ഠിച്ചിരുന്നു. ഉദാഹരണത്തിന് ബ്രിട്ടീഷ് സേനയോട് പോരാടി വീരമൃത്യു വരിച്ച മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ്റെ കൊടിയിലെ ചിഹ്നവും കടുവയായിരുന്നു. ബ്രിട്ടീഷ് സൈനികനെ വധിക്കുന്ന ഒരു യന്ത്രക്കടുവയുടെ ശില്പം വരെ അന്ന് ടിപ്പു പണി കഴിപ്പിച്ചിരുന്നു. ഇന്നും ആ യന്ത്രക്കടുവ നമുക്ക് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കടുവകളെ വേട്ടയാടി കൊല്ലുന്നത് ഭാരതീയരുടെ ആത്മാഭിമാനത്തിനുമേലുള്ള വിജയമായിട്ട് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അന്ന് കണക്കാക്കിയിരുന്നു. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് ആഫ്രിക്കയുടെ കാര്യത്തിൽ സിംഹം എങ്ങനെയായിരുന്നോ അതിന് സമാനമായിട്ടുള്ള ശത്രുക്കളായിരുന്നു അവർക്ക് ഇന്ത്യയിൽ കടുവകളെന്ന് വിനിൽ പോൾ മൃഗയിൽ എഴുതുന്നുണ്ട്. മഹേഷ് രംഗരാജൻ, വിജയ് രാംദാസ് മണ്ടാല എന്നീ ചരിത്രകാരന്മാരും കടുവയ്ക്കെതിരായിട്ട് ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയിട്ടുള്ള യുദ്ധങ്ങളുടെ ഒരു വലിയ ചിത്രം തന്നെ നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. 1857 കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നാട്ടിലെ കൃഷി വ്യാപിപ്പിക്കുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്താൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ കൃഷി നശിപ്പിക്കുന്ന, കർഷകരെ ആക്രമിക്കുന്ന വന്യജീവികളെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പദ്ധതികളും അവർ ആരംഭിക്കുകയുണ്ടായി. ഏതാണ്ട് ഈ സമയം മുതൽക്ക് തന്നെ ബ്രിട്ടീഷ് ഭരണകൂടം കടുവകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെയും കന്നുകാലികളുടെയും ഒക്കെ കണക്കുകളും പൊതുജന മധ്യത്തിൽ പരസ്യപ്പെടുത്തി തുടങ്ങിയിരുന്നു. 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ഒരു വർഷം 1600 പേർ വീതം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നായിരുന്നു ബ്രിട്ടീഷുകാർ അന്ന് പുറത്തുവിട്ട ഒരു കണക്ക്. അതോടൊപ്പം തന്നെ വർഷം 300-നും 600-നും ഇടയ്ക്ക് കന്നുകാലികളെയും കടുവ പിടിക്കുന്നുണ്ട് എന്ന് അന്ന് ഭരണകൂട ഏജൻസികൾ വെളിപ്പെടുത്തിയതായി ജോൺ എം മെക്കൻസി തൻ്റെ ദ എംപയർ ഓഫ് നാച്ചുർ ഹണ്ടിങ്, കൺസർവേഷൻ ആൻഡ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ കടുവയെ അതിക്രൂരനായിട്ടുള്ളൊരു ജീവിയായിട്ടാണ് ബ്രിട്ടീഷുകാർ ആദ്യം മുതൽക്ക് തന്നെ ചിത്രീകരിച്ചു പോരുന്നത്. അതിനുള്ളൊരു സാഹചര്യം അവർക്ക് കൈവന്നതിന് പിന്നിലെ കഥയും വളരെ രസകരമാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വികലമായ നയങ്ങൾ ഇന്ത്യയിലെ കാടുകളെയും കടുവകളെയും നശിപ്പിക്കാൻ തുടങ്ങുന്നത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ്. ഇതിൻ്റെ ആരംഭം ബംഗാളിൽ നിന്നാണ്. 1770കളിൽ ബംഗാൾ പ്രൊവിൻസ് അതിഭീകരമായിട്ടുള്ള ഒരു ക്ഷാമത്തിന് അടിപ്പെടുന്നു. ജനസംഖ്യയുടെ 1/3 ഒരാൾ കൊല്ലപ്പെടുന്ന ഈ ദുരിത സാഹചര്യത്തിനു പിന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തെറ്റായിട്ടുള്ള നികുതി വ്യവസ്ഥയും റവന്യൂ പരിഷ്കാരങ്ങളും ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണം തന്നെ ആയിരുന്നു യഥാർത്ഥ കുറ്റവാളി. ക്രമേണ ഈ ക്ഷാമം വർദ്ധിക്കുകയും 1800കളുടെ തുടക്കത്തിൽ അത് ബംഗാൾ പ്രൊവിൻസിന് പുറത്തേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തു. എന്തായാലും കാർഷിക മേഖല നിശ്ചലമായത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് നയിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് ബംഗാളിലെ കൃഷി പ്രദേശങ്ങൾ നിരവധി കാടുകളായും ആർക്കും വേണ്ടാത്ത ഭൂമിയായും പരിവർത്തനപ്പെട്ടു. അതാകട്ടെ മാനുകൾക്കും കാട്ടുപന്നികൾക്കും
അവയ്ക്ക് പിന്നാലെ ഈ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി കടന്നു വന്ന കടുവകൾക്കുമുള്ള വിഹാരഭൂമികളായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ദീർഘകാലമായിട്ട് നിലനിന്നിരുന്ന കാടും കൃഷിയിടവും തമ്മിലുള്ള വിടവ് നികത്തപ്പെട്ടതോടെ കടുവകൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് കന്നുകാലികളെ പിടിച്ചുകൊണ്ടു പോകുന്നത് സ്ഥിരം സംഭവമായിട്ട് മാറുന്നു. അതോടെ കന്നുകാലികളുടെയും കൃഷിയുടെയും ഒക്കെ സംരക്ഷണം സമം കടുവകൾ ഉന്മൂലനം എന്നൊരു സമവാക്യം രൂപപ്പെട്ടു വന്നു. കാട്ടിലെ കടുവകളുടെ എണ്ണം കുറയുകയാണെങ്കിൽ അത് നാടിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകും എന്നൊരു വിശ്വാസത്തിന് ഈ ഭരണാധികാരികൾ പരമാവധി കാറ്റു പകരുന്നു. പരാജയപ്പെട്ടു പോയ തങ്ങളുടെ ഭരണ നയങ്ങളിൽ നിന്ന് ജനരോഷത്തെ അകറ്റി നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിനുണ്ടായിരുന്നു. അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ പ്രോത്സാഹനത്തിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അച്ചടിച്ചു വന്നിരുന്ന സാഹിത്യത്തിൽ പോലും കടുവകൾ വില്ലന്മാരായിട്ടുള്ള കഥകളും നോവലുകളുമൊക്കെ നിരവധി കടന്നു വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ സമാധാനപൂർണ്ണമായ ജീവിതത്തിന് കടുവകൾ ഇല്ലാതായേ തീരൂ എന്ന പ്രതീതി സമൂഹത്തിൽ പരക്കുന്നു. അതോടെ കേവലം വിനോദം എന്നതിൽ നിന്ന് സാമൂഹിക സേവനം ലക്ഷ്യമിട്ടുള്ള അടിയന്തര നടപടി എന്നതിലേക്ക് നായാട്ട് മാറുന്നു. കാട്ടിലെ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുക എന്നത് ഒരു ജനകീയ പദ്ധതിയായിട്ട് രൂപാന്തരപ്പെടുന്നു. നിരവധി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കമ്പനി ഔദ്യോഗികമായി തന്നെ കടുവാ സംഹാരത്തിനു വേണ്ടി നിയോഗിക്കുന്ന കാഴ്ചയും പിന്നീടുള്ള ദശാബ്ദങ്ങളിൽ ബ്രിട്ടീഷ് ഇന്ത്യ കണ്ടു. ആ പരമ്പരയിലെ ശ്രദ്ധേയനായിട്ടുള്ളൊരു ഓഫീസറാണ് സാക്ഷാൽ ജിം കോർബറ്റ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഇന്നത്തെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ ഹിമാന്റെ മടിത്തട്ടിൽ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചു കിടക്കുന്ന കുമയൂണിലെ നൈനിറ്റാളിൽ 1875 ജൂലൈ 25 ജെയിംസ് എഡ്വേർഡ് കോർബറ്റിൻ്റെ ജനനം. ഐറിഷ് വംശജനായിട്ടുള്ള ക്രിസ്റ്റഫർ വില്യം കോർബറ്റ്, മേരി ജെയിൻ കോർബറ്റ് ദമ്പതിമാരുടെ 8ാമത്തെ മകനായിരുന്നു ജിം കോർബറ്റ്. നൈനിറ്റാളിൽ കഴിച്ചുകൂട്ടിയ ബാല്യകാലത്ത് പ്രകൃതിയെയും കാടുകളെയും ഒക്കെ അടുത്തറിഞ്ഞുകൊണ്ടാണ് കുഞ്ഞു ജിം വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷിമൃഗാദികളെക്കുറിച്ചും കാടിനെക്കുറിച്ചുമൊക്കെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അവന് നല്ല ധാരണയുണ്ടായിരുന്നു. കാട്ടിലെ ഓരോ ഇലയനക്കവും തിരിച്ചറിയുന്ന വിധത്തിലുള്ള ഈ കാടറിവുകൾ പിൽക്കാലത്ത് ഒരു വേട്ടക്കാരൻ എന്ന നിലയിൽ കോർബറ്റിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. മൂത്ത സഹോദരനായിട്ടുള്ള ടോം ആയിരുന്നു കോർബറ്റിൻ്റെ കുട്ടിക്കാലത്തെ ഹീറോ. ജിം കോർബറ്റിൻ്റെ ഉള്ളിൽ ഒരു വേട്ടക്കാരനെയും ഒരു പ്രകൃതി സംരക്ഷകനെയും ഒരുപോലെ വളർത്തിക്കൊണ്ടുവന്നതിൽ ഈ സഹോദരനും കാര്യമായ പങ്കുണ്ട്. ആദ്യമായിട്ട് പക്ഷികളെ വേട്ടയാടാൻ ഒരു തെറ്റാലി ജിമ്മിൻ്റെ കയ്യിൽ പിടിപ്പിച്ചത് ഈ സഹോദരനായിരുന്നു. പക്ഷികളെ എങ്ങനെ തെറ്റാലിക്കടിച്ച് വീഴ്ത്തണമെന്ന് മാത്രമല്ല, എപ്പോഴൊക്കെ പക്ഷികളെ വേട്ടയാടരുത് എന്നും അതേ ടോം തന്നെ ജിമ്മിനെ പഠിപ്പിച്ചു. ജിം ആദ്യമായി ചെറുപ്പത്തിൽ വേട്ടയ്ക്ക് പോകുന്നതും സഹോദരൻ ടോമിനോടൊപ്പമാണ്. ഈ യാത്രയിൽ കോർബറ്റ് ഒരു കാര്യം മനസ്സിലാക്കുന്നു. പ്രകൃതിയുടെ നിയമം അനുസരിക്കുന്നിടത്തോളം കാലം കാട് സുരക്ഷിതമായ ഒരിടം തന്നെയാണ്. തൻ്റെ 10ാം വയസ്സിൽ തന്നെ നൈനിറ്റാൾ വോളണ്ടിയർ റൈഫിൾ ക്ലബ്ബിൽ അംഗമാകുന്ന കോർബറ്റ് അവിടെ നിന്ന് റൈഫിൾ ഉപയോഗിക്കാൻ പഠിക്കുകയും അതേ വർഷം തന്നെ ആദ്യമായിട്ട് ഒരു പുള്ളിപ്പുലിയെ വെടിവെക്കുകയും ചെയ്യുന്നു. ജിം കോർബറ്റ് എന്ന വേട്ടക്കാരൻ ജനിക്കുന്നത് ഈ ഒരു നായാട്ടോടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് അങ്ങോട്ടും ഒറ്റയ്ക്കും തെറ്റയ്ക്കും പല വേട്ടകൾക്കും വേണ്ടി ജിം പലപ്പോഴായിട്ട് കാട് കയറിയിട്ടുണ്ട് എങ്കിലും 1907 തൻ്റെ 32ാമത്തെ വയസ്സിൽ അന്ന് ചമ്പാവത്തിനെ ഭീതിയിലാഴ്ത്തി വിലസി നടന്ന ഒരു നരഭോജി കടുവയെ വേട്ടയാടാൻ വേണ്ടി നിയുക്തനായതോടെയാണ് വേട്ടക്കാരൻ എന്ന നിലയിൽ ജിം കോർബറ്റ് ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ നേപ്പാളിലെ ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന രുപാൽ ഗ്രാമത്തിൽ അതിശക്തമായൊരു നരഭോജി കടുവയുടെ സാന്നിധ്യം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എപ്പോൾ, ഏത് നിമിഷം, എവിടെ വെച്ച് ആർക്കു നേരെയാണ് ഈ കടുവ ചാടി വീഴുന്നത് എന്ന് പ്രവചിക്കാനാവാത്ത അവസ്ഥയായിരുന്നു. പിന്നിൽ ചിലപ്പോൾ കേൾക്കുക ഒരു പുല്ലനക്കം മാത്രമാകും, അല്ലെങ്കിൽ പതിഞ്ഞൊരു കാൽപ്പെരുമാറ്റം മാത്രം. അതിന് പിന്നാലെ വരാനിരിക്കുന്നത് അതിഭീകരമായ ഒരു ആക്രമണമാണ്. കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ആ നരഭോജി അതിൻ്റെ ഇരയ്ക്കുമേലേക്ക് ചാടി വീഴും. അതിൻ്റെ കൂർത്ത ദംഷ്ട്രകൾ അതിനിരയാകുന്ന മനുഷ്യൻ്റെ കഴുത്തിൽ അമർന്നു പോകും. നിമിഷാർദ്ധ നേരം കൊണ്ട് പ്രാണൻ ആ ദേഹം പിടിയും. ചാടി വീഴുക, ഇരയെ കടിച്ചെടുത്ത് തിരികെ കാട്ടിലേക്ക് മറയുക എന്നതായിരുന്നു ഈ കടുവയുടെ സ്ഥിരം രീതി. ബ്രിട്ടീഷിൻ്റെ അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരനായ നരഭോജിയായിരുന്നു ആ ബംഗാൾ കടുവ. ഒരു വേട്ടക്കാരൻ്റെയും തോക്കിനിരയാകാതെ വിലസി നടന്ന 7 വർഷത്തിനിടയ്ക്ക് ആ കടുവയ്ക്ക് ഭക്ഷണമായത് 1-2 434 പേരാണ്. തുടക്കം നേപ്പാൾ അതിർത്തിക്കുള്ളിലെ കാടുകളിലായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് ഏതാണ്ട് 200ഓളം പേരെ ആ കടുവ പിടിച്ചു തിന്നുന്നുണ്ട്. അവിടുത്തെ മനുഷ്യർ നിരന്തരം ഈ കടുവയുടെ വിശപ്പിന് ഇരയായതോടെ അതിനെ തിരഞ്ഞ് ആദ്യം നേപ്പാളി വേട്ടക്കാരും പിന്നീട് പട്ടാളവും തോക്കും വെളിച്ചവുമായിട്ട് കാട് കയറുന്നു. പക്ഷേ ആ നായാട്ട് സംഘങ്ങളുടെ ഒന്നും കണ്ണിൽ പെടാതെയും അവരുടെ വെടിയുണ്ടകളിൽ നിന്ന് തലനാരിഴയ്ക്ക് വഴുതി മാറിയും ആ കടുവ കാടും മേടും കയറി ഇറങ്ങി വിഹരിക്കുന്നു. നേപ്പാളിൻ്റെ വനാതിർത്തിക്കുള്ളിൽ മനുഷ്യരുടെ ശല്യം കൂടുന്നുവെന്ന് കണ്ടപ്പോൾ ആ കടുവ പതുക്കെ ശാരദാ നദി നീന്തിക്കയറി ഇന്ത്യൻ മണ്ണിലേക്ക് എത്തുന്നു.
ഉത്തരാഖണ്ഡിലെ കുമയോൺ ജില്ലയിൽ ആ കടുവ തൻ്റേതായൊരു സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കുന്നു. അവിടെയും ആ കടുവ നിർബാധം തൻ്റെ മനുഷ്യക്കുരുതി തുടർന്നു പോയപ്പോൾ ആ നിത്യവിഹാര ഭൂമിയുടെ പേരും ചേർത്ത് ആ കടുവയ്ക്ക് പുതിയൊരു പേര് വീണു, ചമ്പാവത്തിലെ നരഭോജി. ഒരു ദിവസം ശരാശരി 32 കിലോമീറ്റർ എന്ന കണക്കിന് ആ കടുവ യാത്ര നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ആ കടുവ സൃഷ്ടിച്ച ടെറിട്ടറി എന്ന് പറയുന്നത് സാധാരണ ഒരു ഇന്ത്യൻ കടുവ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ വളരെ വിശാലമായ ഒന്നായിരുന്നു. ഇത്ര വലിയൊരു സോണിൽ എവിടെയാണ് ഉണ്ടാവുക എന്ന് പോലും നിശ്ചയമില്ലാതിരുന്നത് കൊണ്ട് ആ കടുവയെ വേട്ടയാടുക എന്നത് ഏറെക്കുറെ അസാധ്യമായിരുന്നു. ഇങ്ങനെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ശേഷം 234 പേരെ കൂടി ഈ കടുവ പിടിച്ചു തിന്നതോടെ ആകെ കൊന്നവരുടെ എണ്ണം 434ആയി. കുമയൂണിലെ ജനം ഭയത്തിൻ്റെ മുൾമുനയിൽ നിന്നു. ഈ കടുവയെ പേടിച്ച് ആളുകൾക്ക് കാട്ടിലൂടെ വഴി നടക്കാൻ പോലും ആവാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ചമ്പാവത്തിൽ വീണ്ടും ഒരു സ്ത്രീയെ കൂടി ഇതേ കടുവ പിടിച്ചുകൊണ്ടുപോയി. അക്കാലത്ത് മലാനിയിലെ ഒരു സുപ്രസിദ്ധ വേട്ടക്കാരനായിരുന്ന എഡ്ഡി നോൾസിൽ നിന്നാണ് ജിം കോർബറ്റ് ചമ്പാവത്തിലെ നരഭോജിയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. ചമ്പാവത്തിൽ ഇങ്ങനെയൊരു നരഭോജി ഇറങ്ങിയിട്ടുണ്ട് എന്നും ഉന്നം തെറ്റാതെ നിറയൊഴിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹണ്ടർമാരിൽ ഒരാളായിട്ടുള്ള തൻ്റെ സഹോദരി ഭർത്താവ് ഈ കടുവയെ കൊല്ലാൻ ഗവൺമെൻറ്റിനാൽ തന്നെ നിയുക്തനായ സ്ഥിതിക്ക് അതിന് ഇനി അധികം നാൾ ആയുസ്സില്ല എന്നുമൊക്കെയാണ് അന്ന് നോൾസ് കോർബറ്റിനോട് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ആ കടുവ അപ്പോഴൊന്നും ചാവുന്നില്ല. 4 വർഷത്തിന് ശേഷം ജിം കോർബറ്റ് വീണ്ടും നൈനിറ്റാളിൽ എത്തിയപ്പോഴും ഗവൺമെൻറ്റിന് അതിയായ ഉത്കണ്ഠ ഉളവാക്കിക്കൊണ്ട് അത് നാട്ടിലും കാട്ടിലുമൊക്കെ ആയിട്ട് വിലസുകയായിരുന്നു. ഈ കടുവയുടെ ഭീഷണി അതിന് കടന്നതോടെ സർക്കാർ ഇതിൻ്റെ തലയ്ക്ക് ഇനാമിട്ടു. അതിസമർത്ഥരായിട്ടുള്ള ശിക്കാരികളെ അതിന് പിന്നാലെ പറഞ്ഞു വിട്ടു. ഈ കടുവയെ പിടിക്കാൻ അൽമോറയിൽ നിന്ന് ഗൂർഖകൾ വരെ ഇറങ്ങി. പക്ഷെ ഒന്നുകൊണ്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. കടുവയുടെ ഇരയാകുന്നവരുടെ എണ്ണം പ്രതിമാസം വർദ്ധിച്ചു വരിക മാത്രം ചെയ്തു. ഈയൊരു സാഹചര്യത്തിലാണ് അന്ന് നൈനിറ്റാളിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ബെർത്തോഡ് ജിം കോർബറ്റിനെ നേരിട്ട് എന്ന് കാണുന്നതും ഈ നരഭോജിക്കടുവയുടെ ഉപദ്രവം കാരണം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിവരിക്കുന്നതും. ഇനി ഒരിക്കൽ കൂടി ഈ കടുവ ആരെയെങ്കിലും കൊല്ലുകയാണെങ്കിൽ ഉടൻ താൻ അതിനെ വേട്ടയാടാൻ ചമ്പാവത്തിൽ എത്തിക്കൊള്ളാമെന്ന് ജിം കോർബറ്റ് ബെർത്തോഡിന് വാക്ക് കൊടുക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു വേട്ടയ്ക്ക് ചെല്ലുന്നതിന് 2 ഉപാധികൾ അദ്ദേഹം അപ്പോൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലം റദ്ദാക്കണം. 2, സ്പെഷ്യൽ ശിക്കാരികളെയും അൽമോറയിൽ നിന്നുള്ള ഗൂർഖകളെയും ഒക്കെ കാട്ടിൽ നിന്ന് അടിയന്തരമായിട്ട് പിൻവലിക്കണം. പ്രതിഫലത്തിനു വേണ്ടി കടുവയെ വേട്ടയാടുന്നവൻ എന്ന ദുഷ്പേര് ഒഴിവാക്കുക, അബദ്ധവശാൽ മറ്റു വേട്ടക്കാരുടെ വെടിയുണ്ടകൾക്ക് ഇരയാകാതെ കഴിച്ചുകൂട്ടുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ബർത്തോഡ് സാഹിബ് ആകട്ടെ ഇതൊക്കെയും അപ്പോൾ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. ഈയൊരു പ്രാഥമിക കൂടിക്കാഴ്ച നടന്ന് കൃത്യം ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ സാഹിബ് ഒരു കൊച്ചു വെളുപ്പാങ്കാലത്ത് വീണ്ടും കോർബറ്റിൻ്റെ വസതിയിലേക്ക് മടങ്ങിയെത്തുന്നു. ദാബിധുരയ്ക്കും ദുനാഘാട്ടിനും ഇടയിലുള്ള പാലി ഗ്രാമത്തിലെ ഒരു സ്ത്രീയെ കൂടി കടുവ തിന്നതായിട്ടുള്ള വാർത്ത കിട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനൊരു വിവരം കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ പുറപ്പെടാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാധന സാമഗ്രികൾ ചുമക്കുന്നതിനായിട്ട് 6 പേരെ കോർബറ്റ് നേരത്തെ തന്നെ തയ്യാറാക്കി നിർത്തിയിരുന്നു. ഇങ്ങനൊരു ഇൻറ്റിമേഷൻ കിട്ടിയ പാടെ തന്നെ തൻ്റെ 500 മോഡിഫൈഡ് കോഡേറ്റ് റൈഫിളും തോളിലേന്തി അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നു. ആദ്യത്തെ ദിവസം 17 മൈൽ തുടർച്ചയായിട്ട് നടക്കുന്ന അദ്ദേഹവും സംഘവും ഇടയ്ക്കൊരിടത്ത് വിശ്രമിച്ച് പിറ്റേന്ന് പകൽ കൂടി നടന്നിട്ടാണ് പാലിയിലെത്തുന്നത്. ആ ഗ്രാമത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ട് അപ്പോഴേക്കും 5 ദിവസം കഴിഞ്ഞിരുന്നു. സ്ത്രീ പുരുഷന്മാരും കുട്ടികളും ഒക്കെ ആയിട്ട് കഷ്ടിച്ച് 50 പേരോളമാണ് ആ കൊച്ചു ഗ്രാമത്തിൽ താമസിക്കുന്നത്. നേരം വൈകുന്നേരം ആയപ്പോഴേക്കും, അതായത് കഷ്ടിച്ച് ഇരുട്ടിയപ്പോഴേക്കും സകലരും പേടിച്ചു വിറച്ച് വീടുകളിൽ കയറി വാതിലടച്ച് കഴിയുകയായിരുന്നു. അന്നവർ കോർബറ്റിന് താമസിക്കാൻ സ്ഥലം കൊടുത്തത് ഒരു കുടിലിൻ്റെ ഉള്ളിലാണ്. അതിന് മുറ്റത്ത് അടുപ്പ് കൂട്ടി അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ ചായ വെക്കുന്നു. ആ ചുടുചായയും ഒത്തിക്കുടിച്ചുകൊണ്ട് ജിം കോർബറ്റ് രാത്രിയായിട്ടും പുറത്തു തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് കതകുകൾ തുറന്ന് ഗ്രാമീണർ ഓരോരുത്തരായി സധൈര്യം പുറത്തേക്കിറങ്ങാൻ തുടങ്ങുന്നത്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് ആ ഗ്രാമത്തിലെ ആരും തന്നെ കുടിലുകൾ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അവരുടെ മുറ്റങ്ങൾ ചപ്പുചവറുകൾ കൊണ്ട് മൂടിക്കഴിഞ്ഞു. അവരുടെ ഭക്ഷ്യവസ്തുക്കളുടെ സ്റ്റോക്കും ഏതാണ്ട് തീരാറായി. ചുരുക്കത്തിൽ സ്വന്തം വീടുകളിൽ തന്നെ ഭയം കൊണ്ട് അവർ അഭയാർത്ഥികളായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഗ്രാമത്തിൽ രാപ്പകലെന്നില്ലാതെ റോന്തു ചുറ്റി ഇഷ്ടത്തിന് ആളെ കൊല്ലുന്ന ആ വ്യാഘ്രത്തെ ആരെങ്കിലും വന്ന് കൊല്ലുകയോ അതിനെ പിടികൂടി നാട് കടത്തുകയോ ചെയ്തില്ല എങ്കിൽ പാലി ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവനും ഒരുപക്ഷെ പട്ടിണി കിടന്ന് ചത്തുപോയേക്കാം എന്ന അവസ്ഥയായിട്ടുണ്ട്. കടുവ ആ ഗ്രാമത്തിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. വീടുകളിൽ നിന്ന് 100 വാര മാത്രം അകലെ കിടക്കുന്ന റോഡിൽ 3 രാത്രികളിൽ ആ കടുവയുടെ ഒച്ച കേട്ടവരുണ്ട്. പകൽ സമയത്ത് താഴെ കൃഷിയിടത്തിലും ചിലർ അതിനെ കാണുകയുണ്ടായി.
അടുത്ത ദിവസങ്ങളിൽ വേട്ടയ്ക്ക് വന്ന കോർബറ്റിന് താമസിക്കാൻ വേണ്ടി ഗ്രാമത്തലവൻ തൻ്റെ വീട്ടിലെ ഒരു മുറി ഒഴിഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു മുറിക്കുള്ളിൽ കയറി വാതിലടച്ചിരുന്നാൽ കടുവയെ പിടിക്കാൻ കഴിയില്ല എന്ന് ജിമ്മിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതിന് പുറത്തേക്ക് ഇറങ്ങണം. കടുവ ആ വീടിന് മുന്നിലെ നിരത്തിലൂടെയും പോകാറുണ്ട് എന്നതുകൊണ്ട് അതിനെ കാത്ത് റോഡരികിലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അയാളിരുന്നു. കടുവ ഇനി അതിലെ വരികയാണെങ്കിൽ അതിനെ വെടിവെക്കാമെന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു. നായാട്ടിനു വേണ്ടി കൂട്ടമായി പലവട്ടം കാട് കയറിയിട്ടുണ്ട് എങ്കിലും ഒരു നരഭോജിയെ തേടി ഒരു രാത്രി മുഴുവൻ ചെലവിടുന്നത് അതാദ്യമായിട്ടാണ്. മുന്നിലെ റോഡിൽ വെളിച്ചമുണ്ട് എങ്കിലും അതിൻ്റെ ഇരുവശത്തും ചാഞ്ഞു കിടക്കുന്ന മരക്കൊമ്പുകൾ കാറ്റിൽ കിടന്ന് ആടുമ്പോൾ അതിൻ്റെ നിഴലുകൾ തൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന കടുവകളാണ് എന്ന് തോന്നി അയാൾ അപ്പോൾ ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. പേടിയും തണുപ്പും കാരണം കോർബറ്റിൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നു. എന്നിട്ടും പിന്മാറാതെ രാത്രി മുഴുവനും അയാൾ പുറത്തു തന്നെ കഴിച്ചു കൂട്ടുന്നു. അങ്ങകലെ മഞ്ഞുമൂടിയ മലനിരകളിൽ പുലർവട്ടം പരന്നതോടെ ഉയർത്തിവെച്ച കാൽമുട്ടുകളിൽ തലചായ്ച്ച് കോർബറ്റ് ചെറുതായൊന്നു മയങ്ങുന്നു. രാത്രി മുഴുവൻ ഇങ്ങനെ പുറത്ത് കഴിച്ചു കൂട്ടിയിട്ടും ജിം കോർബറ്റിനെ കടുവ പിടിക്കാതിരുന്നത് ഗ്രാമവാസികളെ അതിശയിപ്പിച്ചു. നേരത്തെ ആ സ്ത്രീയെ കടുവ പിടിച്ചിടത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഗ്രാമവാസികളോട് കോർബറ്റ് ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോൾ ആർക്കും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ചില ദിക്കുകളിലേക്ക് അവരിൽ ചിലർ വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ യുവതിയെ കടുവ പിടിച്ചിരിക്കുന്നത് ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള കുന്നിൻ ചെരുവിലാണ്. കടുവ ആളെ പിടിച്ച ഇടത്തേക്ക് ചെല്ലാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എങ്കിലും കോർബറ്റിൻ്റെയും സംഘത്തിൻ്റെയും തുടർച്ചയായിട്ടുള്ള സാന്നിധ്യം വളരെ പതുക്കെ ഗ്രാമവാസികളുടെ ധൈര്യം വർദ്ധിപ്പിക്കുന്നു. തുടർന്നുള്ള പകൽ നേരങ്ങളിൽ അവർ പേടി കൂടാതെ സ്വതന്ത്രമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ചായയ്ക്ക് ശേഷം തൻ്റെ അനുയായികൾക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള മാംസം വേണമെന്ന് കോർബറ്റ് ഗ്രാമീണരെ അറിയിക്കുന്നു. ഒരു മലയാടിനെ വെടിവെച്ച് പിടിക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്നു. തൊട്ട് താഴെയുള്ള പുൽമേടുകളിൽ ഇഷ്ടംപോലെ വരയാടുകൾ വരാറുണ്ടത്രേ. ആ സ്ഥലം കാണിച്ചു കൊടുക്കാൻ ഗ്രാമീണർ ചിലർ ധൈര്യപൂർവ്വം തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. അവരിൽ പലരും ആദ്യമായിട്ടാണ് ഒരു തോക്ക് കാണുന്നത് പോലും. പിറ്റേ ദിവസം തന്നെ ജിം 3 മലയാടുകളെ വെടിവെച്ചിടുന്നു. ഒരെണ്ണം എടുത്ത ശേഷം 2 എണ്ണം ഗ്രാമീണർക്ക് കഴിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നു. ഇങ്ങനെ മലയാടുകളെ വേട്ടയാടി ഗ്രാമീണർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഇറച്ചി സുഭിക്ഷമായി കറിവെച്ച് കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് കോർബറ്റിനു വേണ്ടി കൂടുതൽ സാഹസികമായ ദൗത്യങ്ങൾക്ക് മുതിരാൻ ഗ്രാമീണരെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അവസാനമായിട്ട് ആളെ കടുവ പിടിച്ച ഇടത്തേക്ക് ചെല്ലാൻ ചില ഗ്രാമീണർ തയ്യാറാകുന്നു. ആ യുവതിയെ കടുവ പിടിച്ച ദിവസം നടന്ന സംഭവങ്ങളും ഗ്രാമീണർ കോർബറ്റിന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 20ഓളം പേരുള്ളൊരു സംഘം അവരുടെ കന്നുകാലികൾക്ക് തിന്നാൻ വേണ്ടി ഓക്കുമരത്തിൻ്റെ ഇല ശേഖരിക്കുന്നതിനിടയിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഉച്ചനേരത്തിന് 2 മണിക്കൂർ മുമ്പ് കാട്ടിലേക്ക് പുറപ്പെടുന്ന അവരുടെ സംഘം ഏതാണ്ട് 1/2 മൈലോളം നടന്ന ശേഷം അടുത്ത് കണ്ട മരങ്ങളിൽ നിന്ന് ഇലകൾ പറിച്ചെടുക്കുകയായിരുന്നു. കടുവയുടെ ആക്രമണത്തിന് ഇരയായ സ്ത്രീയും മറ്റു 2 പേരും ഒരു മലയിടുക്കിൻ്റെ ഓരത്തുള്ള മരത്തിലാണ് ഇല പറിക്കാൻ വേണ്ടി വലിഞ്ഞു കയറിയത്. ആവശ്യമുള്ള ഇലകൾ പറിച്ച ശേഷം താഴേക്ക് ഇറങ്ങുകയായിരുന്ന ആ പാവത്തിനെ പതുങ്ങിച്ചെന്ന കടുവ കാലിൽ കടിച്ച് താഴേക്ക് വലിക്കുന്നു. മരക്കൊമ്പിലേക്ക് തിരിച്ച് അള്ളിക്കയറാൻ കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും അതിന് സാധിക്കാതെ അവർ നിലത്തേക്ക് മറിഞ്ഞു വീഴുന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കടുവ ചാടി വീണ് അവരുടെ കഴുത്തിൽ പിടിമുറുക്കുന്നു. നിമിഷ നേരത്തിനുള്ളിൽ അവരുടെ ജീവൻ പോയി കാണും. അന്നത്തെ ഇരയും വലിച്ചുകൊണ്ട് കടുവ മലയിടുക്കിൻ്റെ അപ്പുറത്തേക്ക് ചാടി കാട്ടിലേക്ക് മറിയുകയും ചെയ്തു. അതേ മരത്തിൻ്റെ മുകളിൽ മറ്റു 2 സ്ത്രീകളും ചുറ്റുമുള്ള മരങ്ങളിൽ സംഘത്തിലെ മറ്റുള്ളവരും നോക്കി നിൽക്കുകയാണ് ഇത് സംഭവിക്കുന്നത്. പേടിച്ചരണ്ടു പോകുന്ന ആ പെണ്ണുങ്ങളും കുട്ടികളും തിരികെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി അവിടെ നിന്ന് ആളെ കൂട്ടി ലോഹപാത്രങ്ങളും ചെണ്ടകളുമൊക്കെയായി തിരികെ അതേ സംഭവ സ്ഥലത്തേക്ക് മടങ്ങിയെത്തുന്നു. മലയിടുക്കിലെത്തി ഉറക്കെ ശബ്ദമുണ്ടാക്കിയപ്പോൾ കാട്ടിനുള്ളിൽ നിന്ന് കടുവയുടെ ഉച്ചത്തിലുള്ള ഗർജനം കേട്ട് അവർ സ്തംഭിച്ചു നിന്നുപോയി. തൊട്ടടുത്ത നിമിഷം തന്നെ ഇങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പാഞ്ഞു വന്ന എല്ലാവരും പിന്തിരിഞ്ഞ് 4 പാടും ഓടി രക്ഷപ്പെട്ടു. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ ആ സ്ത്രീയെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം അവരുടെ ഉള്ളിൽ ഉണർന്ന് അവർ വീണ്ടും തിരികെ എത്തുന്നു. വീണ്ടും ഇത് തന്നെ 2 വട്ടം കൂടി ആവർത്തിക്കുന്നു. എന്നിട്ടും അവർക്ക് പക്ഷേ ആ കടുവയുടെ അടുത്തേക്ക് ചെല്ലാനോ ആ സ്ത്രീയെ രക്ഷിക്കാനോ ഒന്നുമുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അന്ന് ആ സംഭവം നടന്ന സ്ഥലം അതിന് ദൃക്സാക്ഷികളായിട്ടുള്ള സ്ത്രീകൾ കോർബറ്റിന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നു. ഒരു കുറ്റാന്വേഷകനെ പോലെ അദ്ദേഹം ആ ഇടം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും അവിടെ അവശേഷിക്കുന്ന സൂചനകൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അന്ന് ഈ സംഭവം നേരിൽ കണ്ട ഹതഭാഗ്യരായ സ്ത്രീകളുടെ വിവരണങ്ങൾക്കും കോർബറ്റ് കാതോർക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ദൃക്സാക്ഷി വിവരണങ്ങൾ പലപ്പോഴും വിശ്വസനീയമല്ല എന്നതാണ് കോർബറ്റിൻ്റെ പൊതുവെയുള്ള ബോധ്യം. വനത്തിലെ ചിഹ്നങ്ങളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതിൻ്റെ യഥാർത്ഥ രേഖകൾ. സംഭവം നടന്നിടത്തേക്ക് ചെന്നപ്പോൾ തന്നെ ആ ഒരു കടുവയ്ക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ അവിടെ വരാനുള്ള ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് മലയിടുക്കിന് മുകളിലൂടെയുള്ള ആ ഒരു വഴി മാത്രമാണ്. ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഏകദേശം 100 വാരയോളം താഴേക്കിറങ്ങി പരിശോധിച്ചപ്പോൾ
രണ്ട് പാറകൾക്കിടയിലെ പൊടിമണ്ണിൽ കടുവയുടെ കാൽപ്പാടുകൾ അദ്ദേഹം കണ്ടു. തൻ്റെ അത്രയും നാളത്തെ പരിചയം വെച്ച് ചമ്പാവത്തിലെ ആ നരഭോജി ഒരു പെൺകടുവയാണെന്നും അത് യൗവനം പിന്നിട്ടവളാണ് എന്നും അദ്ദേഹം ഊഹിച്ചു. കിടങ്ങിന് മുകളിൽ വൃക്ഷത്തിൽ നിന്നും ഏകദേശം 10 വാര അകലെയായിട്ട് ഒരു പാറയുടെ മറവിൽ കടുവ കിടന്നതിൻ്റെ ലക്ഷണമുണ്ട്. ആ പാവം സ്ത്രീ മരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാത്തു കിടന്നതാകാം. ആവശ്യമുള്ള ഇലകൾ ശേഖരിച്ച ശേഷം ഏകദേശം 2 ഇഞ്ച് വ്യാസമുള്ള ഒരു മരക്കൊമ്പിൽ പറ്റിപ്പിടിച്ച് താഴേക്കിറങ്ങുകയായിരുന്ന അവളുടെ പിറകെ പതുങ്ങി ചെല്ലുന്ന കടുവ പിൻകാലുകളിൽ ഉയർന്നു നിന്ന് ഇരയുടെ പാദങ്ങളിൽ കടിച്ച് ആ കിടങ്ങിലേക്ക് വലിച്ചിടുകയായിരുന്നു. നിർഭാഗ്യവതിയായിട്ടുള്ള ആ സ്ത്രീ പ്രാണവേദനയുടെ മരക്കൊമ്പിൽ അള്ളിപ്പിടിച്ചതിൻ്റെ അടയാളങ്ങൾ അതിനു മുകളിൽ കാണുന്നുണ്ട്. അവളുടെ ഉള്ളംകൈയിലെയും വിരലുകളിലെയും തൊലി ഉരിഞ്ഞ് ഇലകളിലും ശിഖരങ്ങളിലുമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. മരച്ചുവട്ടിൽ തളം കെട്ടിക്കിടന്നിരുന്ന ചോര അപ്പോഴേക്കും വറ്റിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇറ്റുവീണ ചോരയുടെ അടയാളം നോക്കി നടന്ന് അവർ കിടങ്ങിൻ്റെ മറുകരയിലെത്തി. അവിടെ കടുവ തൻ്റെ ഇരയെ തിന്നുതീർത്ത സ്ഥലം കോർബറ്റ് കണ്ടുപിടിച്ചു. അവിടെ അവർക്ക് ആ സ്ത്രീയുടെ അവശേഷിച്ച ചില എല്ലിൻ കഷ്ണങ്ങളും വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടുകിട്ടി. അതിനെ പൊതിഞ്ഞെടുത്ത് അന്തിമ കർമ്മങ്ങൾക്ക് വേണ്ടി അത് അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഈ പെൺകടുവ അപ്പോഴേക്കും പാലിയിൽ നിന്ന് ചമ്പാവത്തിലേക്ക് പോയി എന്നൊരു സൂചന കിട്ടിയതുകൊണ്ട് കോർബറ്റും സംഘവും അങ്ങോട്ട് യാത്ര തിരിച്ചു. ചമ്പാവത്തിലെ തഹസിൽദാർ അവർക്ക് ആ യാത്രയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. കോർബറ്റ് ഇങ്ങനെ ചമ്പാവത്തിലെത്തിയതിൻ്റെ 2ാമത്തെ ദിവസം അവിടെ ഒരു 16കാരി കൂടി കൊല്ലപ്പെട്ടു. ഉണങ്ങിയ കമ്പുകൾ ശേഖരിക്കാൻ കാട്ടിൽ പോയ ആ പാവത്തിനെ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന കടുവ അവളെ കടിച്ചു വലിച്ചിഴച്ച് കുന്നിൻ ചെരുവിലെ ഒരു മരത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഗ്രാമവാസികൾ അറിയിച്ചത്. കടുവയ്ക്ക് പിന്നാലെ തിരിഞ്ഞു ചെല്ലാനുള്ള ധൈര്യം ആ ഗ്രാമത്തിൽ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊന്ന് നടന്നു എന്ന വിവരം അറിഞ്ഞ പാടെ ജിം കോർബറ്റ് അവിടേക്ക് ഓടിപ്പാഞ്ഞു നിന്നു. പെൺകുട്ടിയെ കടുവ പിടിച്ചെടുത്ത് അപ്പോഴും രക്തം തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ആ ചോരയുടെ കടുംനിറവുമായി പൊരുത്തപ്പെടാത്ത തിളങ്ങുന്ന നീല നിറത്തിലുള്ളൊരു മുത്തുമാല ആ പെൺകുട്ടിയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്നത് പൊട്ടി നിലത്ത് വീണ് കിടക്കുന്നു. അവിടെ നിന്നുള്ള ചോരപ്പാടുകൾ പോയ വഴി നോക്കുമ്പോൾ പെൺകുട്ടിയുടെ ശരീരവും കടിച്ചെടുത്തുകൊണ്ട് കുന്നിന് മുകളിലേക്കാണ് ഈ കടുവ പോയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. കുന്നിൻ്റെ കീഴ്ക്കാം തൂക്കായിട്ടുള്ള ചെരുവിൽ തിങ്ങി വളരുന്ന മുൾച്ചെടികളുണ്ട്. ആ മുൾച്ചെടികളുടെ മുനകളിൽ പെൺകുട്ടിയുടെ കറുത്ത നീണ്ട മുടിയിഴകൾ അദ്ദേഹം കണ്ടു. ഈ കടുവ അവിടെ നിന്ന് അങ്ങോട്ട് പോയ വഴി ഏതാണ് എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോക്കുമായിട്ട് മറ്റൊരു വേട്ടക്കാരൻ പിന്നാലെ വരുന്നത് കോർബറ്റ് കണ്ടു. തൻ്റെ പിന്നാലെ മറ്റൊരു വേട്ടക്കാരൻ പോലും വരരുത് എന്ന് കർശനമായിട്ട് അറിയിച്ചിട്ടും എന്തിനാണ് ഇങ്ങനെ പിന്തുടരുന്നത് എന്ന് ചോദിച്ചപ്പോൾ തഹസിൽദാർ പറഞ്ഞിട്ടാണ് ഉത്തരവ് അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് അയാൾ മറുപടി കൊടുക്കുന്നു. എന്തായാലും തർക്കിച്ച് നിൽക്കാൻ ഇനി നേരമില്ല, വിലപ്പെട്ട സമയം നഷ്ടപ്പെടും. എന്തായാലും കാലിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്ന കനത്ത ബൂട്ട്സ് അഴിച്ചു വെക്കാൻ കോർബറ്റ് ഈ വേട്ടക്കാരനോട് പറയുന്നു. അയാൾ ആ നിർദ്ദേശം അതുപോലെ അനുസരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി കഴിയാവുന്നത്ര പതുക്കെ പതുങ്ങി കുത്തനെയുള്ള കുന്നിൻ ചെരുവിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. കുറച്ചപ്പുറത്ത് എവിടെയോ നിന്നായിട്ട് കടുവയുടെ ശബ്ദം പലപ്പോഴായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇതിങ്ങനെ കേൾക്കുമ്പോഴൊക്കെ കൂടെ വന്ന ഈ വേട്ടക്കാരൻ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. സഹായത്തിന് വന്ന വേട്ടക്കാരൻ്റെ ഭയം തനിക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുന്ന കോർബറ്റ് ഇയാളെ ഒരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി നിർത്തി അവിടെ അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഒറ്റയ്ക്ക് ആ നരഭോജിയെ പിന്തുടർന്ന് മുന്നോട്ട് പോയി. ഒരു തോടിനോട് ചേർന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നടത്തം. ആ തോടും മലയിടുക്കും ചേരുന്ന ഭാഗത്ത് ഒരു കുളമുണ്ട്. ആ കുളക്കരയിൽ എന്തോ ഒരു സാധനം കിടക്കുന്നത് കോർബറ്റിൻ്റെ കണ്ണിൽപ്പെടുന്നു. അതെന്താണെന്നറിയാൻ അടുത്തേക്ക് ചെന്ന് നോക്കി അദ്ദേഹം ഞെട്ടിപ്പോകുന്നു. അത് ഒരു മനുഷ്യൻ്റെ കാലായിരുന്നു. കൗമാരപ്രായം എത്തിയ ഒരു കാല് മുട്ടിന് താഴെ വെച്ച് കോടാലിക്ക് വെട്ടി ശരീരത്തിൽ നിന്ന് വേർപെടുത്തി എടുത്ത പോലെയുണ്ട്. ആ പാദത്തിൽ നിന്ന് അപ്പോഴും ചുടുചോര ഉതിരുന്നുണ്ടായിരുന്നു. അന്ന് അതങ്ങനെ കണ്ടത് മറന്നു കളയാൻ തനിക്ക് പിന്നീട് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലുമായിട്ടില്ല എന്ന് കോർബറ്റ് എഴുതിയിട്ടുണ്ട്. ആ കാലിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ തൊട്ടടുത്തുണ്ടാകാൻ സാധ്യതയുള്ള ആ പെൺകടുവയുടെ കാര്യമേ കോർബറ്റ് മറന്നു പോകുന്നു. വളരെ വലിയൊരു അപകടം തൻ്റെ തൊട്ടടുത്ത് തന്നെ പതുങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് വീണ്ടും ഓർമ്മ വരുന്നു. 2 വിരലുകൾ കൊണ്ട് തോക്കിൻ്റെ കാഞ്ചിയിൽ സ്പർശിച്ച് തലയുയർത്തി നോക്കിയപ്പോൾ 15 അടി മുകളിൽ നിന്ന് പൊടിമണ്ണിളകി വെള്ളത്തിൽ പതിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. കോർബറ്റിൻ്റെ തോക്ക് അങ്ങനെ മുകളിലേക്ക് ചൂണ്ടി നിന്നിരുന്നതുകൊണ്ട് മാത്രമാണ് ആ നിമിഷം അദ്ദേഹം ജീവനോടെ രക്ഷപ്പെട്ടത്. ആ തോക്ക് കണ്ടതുകൊണ്ട് മാത്രമാണ് അപ്പോൾ മുകളിലുണ്ടായിരുന്ന കടുവ താഴേക്ക് അയാളുടെ മേലേക്ക് ചാടാതെ ചെരുവിലൂടെ നദിക്കരയിലേക്ക് കുതിച്ചു പാഞ്ഞത്. ആ പാച്ചിലിനിടയിലാണ് മുകളിൽ നിന്ന് പൊടിമണ്ണിളകി വെള്ളത്തിലേക്ക് വീഴുന്നത് കോർബറ്റ് കണ്ടത്. കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു പോകുന്ന കോർബറ്റിന് ഒരു കാര്യം മനസ്സിലാകുന്നു. ആ വനപ്രദേശത്തിന് നടുക്ക് ഏതാനും ഏക്കറിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു പാറക്കൂട്ടത്തിലേക്കാണ് ഈ കടുവ പോയിട്ടുള്ളത്. അതിനെ പിന്തുടർന്ന് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് അത്ര സുരക്ഷിതമല്ല. കാരണം ആ പാറക്കൂട്ടത്തിന് ഇടയ്ക്ക് വലിയ വിള്ളലുകളുണ്ട്. അതിനെ മറച്ചുകൊണ്ട് പന്നൽ ചെടികളും വള്ളികളുമുണ്ട്. കാല് തെറ്റി അതിലേക്കെങ്ങാനും വീണു പോയാൽ അതോടെ കഥ കഴിയും.
മാത്രമല്ല കടുവയുടെ മുരൾച്ച ശബ്ദം അദ്ദേഹത്തിന് അപ്പുറത്ത് എവിടെയോ നിന്ന് കേൾക്കുന്നുണ്ട്. അതായത് കടുവ കുറച്ചപ്പുറത്ത് എങ്ങോ ആയിട്ട് ഇപ്പോഴുമുണ്ട്. പക്ഷേ ഈ രാത്രി ഒറ്റയ്ക്ക് ഇനി അതിനെ പിന്തുടർന്നു പോകുന്നത് ഒട്ടും സേഫല്ല. അതുകൊണ്ട് അദ്ദേഹം തിരികെ നേരത്തെ ആ വേട്ടക്കാരനെ സുരക്ഷിതമാക്കി നിർത്തിപ്പോയ ആ പാറയുടെ അരികിലേക്ക് മടങ്ങി വരുന്നു. അന്ന് പിടിച്ച ആ സ്ത്രീയുടെ ശരീരം തിന്നു തീർത്ത് ഈ കടുവ മിക്കവാറും ആ രാത്രിയിലും അതേ പ്രദേശത്ത് തന്നെ കിടന്നുറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ മടങ്ങിപ്പോയി അടുത്ത ദിവസം കൂടുതൽ ആളുകളെയും കൊണ്ട് തിരികെ വന്ന് കാടിളക്കി കടുവയെ പുറത്തു ചാടിച്ച് വെടിവെക്കാമെന്ന് കോർബറ്റ് തീരുമാനിക്കുന്നു. തിരികെ ചെല്ലുന്ന കോർബറ്റ് ഗ്രാമത്തിൽ കാത്തിരുന്ന തഹസിൽദാരെ ഈ വിവരങ്ങൾ ധരിപ്പിക്കുന്നു. അദ്ദേഹം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു ഓപ്പറേഷന് വേണ്ടി 100-300ഓളം ആളുകളെയും സംഘടിപ്പിക്കുന്നു. ആ ഗ്രാമത്തിലും പരിസരങ്ങളിലുമായിട്ട് ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾ കൈവശം വയ്ക്കുന്ന വെടിക്കാരെ പോലും അന്നേ ദിവസം അദ്ദേഹം സഹായത്തിനു വേണ്ടി വിളിച്ചു കൂട്ടുന്നു. തോക്കില്ലാത്ത ചില ധീരന്മാർ ചെണ്ടയും കല്ലുമൊക്കെ ഏന്തി ഇവരുടെ കൂടെ കൂടുന്നുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിലായിട്ട് ഇവരെ എല്ലാവരെയും കോർബറ്റ് ഒരു വരിയായിട്ട് നിർത്തുന്നു. അതിനുശേഷം അങ്ങ് ദൂരെ താഴ്വരയിലുള്ള ഒരു പൈൻ മരത്തിന് താഴെ ചെന്ന ശേഷം താൻ തൂവാല ഉയർത്തി കാണിക്കുമ്പോൾ വെടിയുതിർക്കാനും ശബ്ദമുണ്ടാക്കാനും കല്ലുകൾ എറിയാനും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഈ കടുവയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി താൻ താഴ്വരയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ഇതൊക്കെ നിർത്താവൂ എന്നും അദ്ദേഹം അവരോട് നിർദ്ദേശിക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ കൊടുത്ത ശേഷം കോർബറ്റും തഹസിൽദാരും ആൾക്ക് ഒരു തോക്ക് വീതം കയ്യിൽ കരുതി പതുക്കെ താഴേക്ക് ഇറങ്ങി നടക്കുന്നു. കുറച്ചുകാലം മുമ്പ് ഒരു അപകടം പറ്റിയിരുന്നതുകൊണ്ട് ഈ തഹസിൽദാർ വളരെ പതുക്കെയാണ് മുന്നോട്ട് നടന്നിരുന്നത്. നേരം കുറേ കഴിഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കോർബറ്റ് നേരത്തെ കുന്നിന് മുകളിൽ വരിവരിയായിട്ട് നിർത്തിയിരുന്ന നാട്ടുകാർ അദ്ദേഹം കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ മറന്ന് തൂവാല പൊക്കിയുള്ള സിഗ്നലിന് കാത്തു നിൽക്കാതെ അവിടെ നിന്ന് വെടിയുതിർക്കാനും ശബ്ദമുണ്ടാക്കാനും ഒക്കെ തുടങ്ങി. അപ്പോഴും പക്ഷേ കോർബറ്റും തഹസിൽദാരും തങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മലയുടെ മുകളിൽ നിന്ന് ബഹളങ്ങൾ തുടങ്ങിയതോടെ കോർബറ്റ് ആ മലയിടുക്കിലേക്ക് കഴിവതും വേഗത്തിൽ ഓടിയെത്തി വലിയ പുല്ലുകൾക്കിടയിൽ ഒളിച്ചു നിന്ന് വെടിവെക്കാൻ തയ്യാറായി. ഇങ്ങനെ വെടിയൊച്ചയും ചെണ്ടയടിയും പാത്രമുട്ടും ഒക്കെ കൊണ്ട് കാടിളകിയതോടെ അതിനുള്ളിലുള്ള കടുവയ്ക്കും ഇരിക്കപ്പൊറുതിയില്ലാതെയായി. അടുത്ത സീൻ ആ മലയിടുക്കിലൂടെയുള്ള ഈ പെൺകടുവയുടെ മാസ് എൻട്രിയുടെ ഒരു ക്ലോസപ്പ് ഷോട്ടാണ്. അവളങ്ങനെ പുല്ലിലേക്ക് പതുക്കെ നടന്നിറങ്ങിയതും തഹസിൽദാർ തൻ്റെ തോക്കിൽ നിന്ന് തുരുതുര 2 വെടിയുതിർത്തു. പക്ഷെ കടുവയുടെ 7 അയലത്തേക്ക് പോലും ആ വെടിയുണ്ടകൾ എത്തിയതേയില്ല. വേണ്ട പോലെ ഉന്നം പിടിക്കാനൊന്നും സാധിച്ചിരുന്നില്ല എങ്കിലും വേറെ മാർഗമില്ലാതിരുന്നതുകൊണ്ട് കോർബറ്റും അപ്പോൾ ഒരു വെടി പൊട്ടിക്കുന്നു. തുടരെ 3 വെടിയൊച്ചകൾ കേട്ടപ്പോൾ കുന്നിൻ മുകളിൽ നിന്നവർ സ്വാഭാവികമായിട്ടും കടുവയുടെ കഥ അതോടെ കഴിഞ്ഞു എന്ന് തന്നെ കരുതി. അവർ അതിൻ്റെ സന്തോഷത്തിന് ആകാശത്തേക്ക് നിറയൊഴിച്ചുകൊണ്ട് അവസാനത്തെ ആർപ്പൂളികൾ മുഴക്കാൻ തുടങ്ങി. ഈ ബഹളങ്ങൾ കേട്ട് കടുവ വീണ്ടും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് കോർബറ്റ് ശ്വാസമടക്കി അനങ്ങാതെ കാത്തിരുന്നു. പെട്ടെന്ന് ആ കടുവ ഒളിവിൽ നിന്ന് പുറത്തു വന്ന് തോടിന് കുറുകെ ചാടി മലയിടുക്കിന് മുന്നിലെത്തുന്നു. കോർബറ്റ് തൻ്റെ 500 നമ്പർ കോഡറ്റ് റൈഫിളിൽ നിന്ന് അടുത്ത വെടി പൊട്ടിക്കുന്നു. അതുകൊണ്ട് കടുവ ചത്തതുപോലെ അനങ്ങാതെ നിന്നപ്പോൾ അതിന് മുതുകിൽ വെടികൊണ്ട് കാണുമെന്ന് അദ്ദേഹം കരുതുന്നു. പക്ഷെ കൊണ്ടത് ഒരല്പം താഴെയായിപ്പോയി. അത് തല താഴ്ത്തി കോർബറ്റിന് നേരെ അല്പം തിരിയുന്നു. വെറും 30 വാര മാത്രം അകലെ നിന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു വെടി കൂടെ പൊട്ടിക്കുന്നു. ഇങ്ങനെ രണ്ടാമതൊരു വെടി കൂടി കൊണ്ടപ്പോൾ അത് ചൂളിപ്പോകുന്നു. കാതുകൾ വിടർത്തി പല്ലുകൾ പുറത്തു കാണിച്ച് മറിഞ്ഞു വീഴാതിരിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഈ കടുവ. അതിങ്ങനെ വിജൃംഭിച്ചുകൊണ്ട് കോർബറ്റിന് മുന്നിൽ വീഴാതെ നിൽക്കുകയാണ്. അതെങ്ങാനും പാഞ്ഞു വന്ന് ആക്രമിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ട് തോക്കും ചുമലിലേന്തി അദ്ദേഹം അങ്ങനെ നിലത്തിരിക്കുകയാണ്. തോളിലിരിക്കുന്നത് ഉണ്ടയില്ലാത്ത തോക്കാണ്. വേട്ടയ്ക്കിറങ്ങുമ്പോൾ ആകെ കയ്യിൽ കരുതിയിട്ടുള്ളത് 3 ഉണ്ടകൾ മാത്രമാണ്. 2 തവണയിൽ കൂടുതൽ കടുവയെ വെടിവെക്കേണ്ടി വരുമെന്ന് അദ്ദേഹം സ്വപ്നേബി കരുതിയിട്ടില്ല. അടിയന്തര ഘട്ടത്തിൽ വേണ്ടി വന്നാൽ മാത്രം എന്ന് കരുതി കൊണ്ടുവന്ന 3ാമത്തെ ഉണ്ടയും ചെലവാക്കിയിട്ടുള്ള ഇരിപ്പാണിത്. എന്തോ അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിന് മുറിവേറ്റ ആ മൃഗം അപ്പോൾ ആ നിമിഷം അദ്ദേഹത്തെ ആക്രമിക്കാൻ തുനിയുന്നില്ല. അത് സാവകാശം വലതുവശത്തേക്ക് തിരിഞ്ഞ് പുഴ കടന്ന് ഇളകിക്കിടക്കുന്ന ചില പാറകൾക്ക് മുകളിലൂടെ നടന്ന് കുത്തനെയുള്ള കുന്നിനു താഴെ ഉന്തി നിൽക്കുന്ന ഒരു പാറക്കൂട്ടത്തിൻ്റെ അടുക്കലേക്ക് എത്തുന്നു. അതോടെ ഗത്യന്തരമില്ലാതെ ആയപ്പോൾ കോർബറ്റ് ചെയ്യുന്നത് അപകടമാണ് എന്ന് അറിഞ്ഞിട്ടും കുറച്ചപ്പുറത്ത് നിൽക്കുകയായിരുന്ന തഹസിൽദാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ തോക്ക് പിടിച്ചു വാങ്ങി ഈ കടുവയ്ക്ക് പിന്നാലെ പായുന്നു. ഇപ്പോൾ കടുവയും കോർബറ്റും തമ്മിലുള്ള ദൂരം വെറും 20 അടി മാത്രമാണ്. വെടിവെക്കാൻ വേണ്ടി കാഞ്ചി വലിച്ചപ്പോൾ തഹസിൽദാരെ തോക്ക് പ്രവർത്തനക്ഷമമല്ല എന്ന് കണ്ട് കോർബറ്റ് ഞെട്ടിപ്പോകുന്നു. എന്തായാലും ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി രണ്ടാമതൊരിക്കൽ കൂടി അദ്ദേഹം കാഞ്ചി വലിക്കുന്നു. ആ കടുവയുടെ വാ ലക്ഷ്യമിട്ട് അദ്ദേഹം വെച്ച വെടി തോക്കിൻ്റെ തകരാറ് കൊണ്ട് ചെന്ന് കൊള്ളുന്നത് കടുവയുടെ വലത്തെ കാൽപാദത്തിലാണ്. ഭാഗ്യത്തിന് ആ കൊണ്ടത് 3ാമത്തെ വെടി ആയിരുന്നതുകൊണ്ട് ചമ്പാവത്തിലെ നരഭോജി കടുവയുടെ അന്ത്യം കുറിക്കാൻ ആ ഒരു വെടി കൂടി മതിയായിരുന്നു.
ഈ വെടികൂടെ കൊണ്ടതോടെ കടുവ മുന്നിലേക്ക് ചെരിഞ്ഞ് പാറയിൽ തലചായ്ച്ച് അന്ത്യശ്വാസം വലിച്ചു. അത്രയും നേരമായി നേരിയ ഉൾഭയത്തോടെ കുന്നിൻ മുകളിൽ തന്നെ നിൽക്കുകയായിരുന്ന ഗ്രാമീണർ ഈ വെടിയൊച്ചകളും കടുവയുടെ അലർച്ചയുമൊക്കെ കേട്ടപ്പോൾ ഓടി താഴേക്ക് വന്നു. അവരിൽ പലരുടെയും വേണ്ടപ്പെട്ടവരെ കൊന്നു നിന്ന ആ കടുവയുടെ ജഡത്തിന് നേരെ പലരും അസഭ്യവർഷം നടത്തി. അതിനുശേഷം ആ കടുവയുടെ ജഡം ഒരു മരക്കമ്പിൽ കെട്ടിവെച്ച് കൂക്കിവിളികളോടെ അവർ അതിനെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. കടുവയുടെ തോൽ ഉരിച്ചെടുക്കുന്നതിലായിരുന്നു കോർബറ്റിൻ്റെയും തഹസിൽദാരുടെയും പ്രഥമ ശ്രദ്ധ. ശാസ്ത്രീയമായി വൃത്തിയാക്കിയ കടുവയുടെ തോലും തലയുമായിട്ട് കോർബറ്റ് അടുത്ത ദിവസം തന്നെ ഒരു കുതിരപ്പുറത്തേറി മടങ്ങിപ്പോയി. പിന്നീട് അങ്ങോട്ടുള്ള കാലത്തും മനുഷ്യരുടെ ജീവന് തുടർച്ചയായിട്ട് ഭീഷണി ഉയർത്തിയെന്ന് കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള നരഭോജി കടുവകളെ മാത്രമാണ് ജിം കോർബറ്റ് വേട്ടയാടിയിട്ടുള്ളത്. 1907-നും 1941-നും ഇടയ്ക്ക് 12ഓളം കടുവകൾ ഇങ്ങനെ കോർബറ്റിൻ്റെ തോക്കിന് ഇരയായപ്പോൾ ഈ കടുവകളെല്ലാം കൂടി ഏതാണ്ട് 1500ഓളം മനുഷ്യരുടെ ജീവൻ കവർന്നെടുത്തിരുന്നു എന്നാണ് ഏകദേശ കണക്ക്. എന്നാൽ ഇങ്ങനെ കടുവകളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു നായാട്ടുകാരൻ എന്ന നിലയിൽ നിന്ന് അധികം വൈകാതെ തന്നെ മികച്ചൊരു പ്രകൃതി സംരക്ഷകനാകുന്ന വൈൽഡ് ലൈഫ് കൺസർവേഷനിസ്റ്റും ഫോട്ടോഗ്രാഫറുമൊക്കെ ആയി മാറുന്ന ജിം കോർബറ്റിനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. സ്വതവേ അത്യന്തം ഷൈ ആയിട്ടുള്ള, അതായത് ആളുകളെ കണ്ടാൽ ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഏറെക്കുറെ സെക്രട്ടീവ് ആയിട്ടുള്ള ജീവികളാണ് ഈ കടുവകൾ, പ്രത്യേകിച്ചും ആൺകടുവകൾ. അവരുടെ സാന്നിധ്യം മനുഷ്യരടക്കമുള്ള ജീവികൾ അറിയാതിരിക്കാൻ അവ പരമാവധി ശ്രമിക്കും. മനുഷ്യനെ യാദൃച്ഛികമായിട്ട് ഇനി കണ്ടാലും കണ്ണിൽപ്പെടാതെ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി പോവുകയാണ് കടുവകൾ ചെയ്യാറുള്ളത്. പക്ഷേ ഓരോ കടുവയും അതിൻ്റേതായിട്ടുള്ളൊരു ടെറിട്ടറി പ്രതിരോധിച്ച് നിർത്താറുണ്ട്. ഭക്ഷണം, വെള്ളം, പാർപ്പിടം എന്നീ ആവശ്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് കടുവകൾ ഇങ്ങനെ ടെറിട്ടോറിയൽ ആവുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന ടെറിട്ടറിക്കുള്ളിലേക്ക് അവർ യാതൊരു കാരണവശാലും മറ്റ് കടുവകളെ പ്രവേശിപ്പിക്കില്ല. വലിയ കടുവകളെ നമ്മൾ അവ ഇണചേരുന്ന സമയത്തും പ്രായപൂർത്തിയാവാത്ത സഹോദരങ്ങളായിട്ടുള്ള കടുവകളെ ആ ഒരു ബാല്യകാലം കഴിയുന്നത് വരെയും മാത്രമേ നമ്മൾ ഒരുമിച്ച് കാണുകയുള്ളൂ. കടുവകൾ തങ്ങളുടെ ടെറിട്ടറി മരത്തിലും നിലത്തുമൊക്കെ നഖം കൊണ്ട് കോറി വെച്ചും മൂത്രമൊഴിച്ചു വെച്ചുമൊക്കെയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്താറുള്ളത്. ഇങ്ങനെ സ്വന്തമായി കാടുകളിൽ ടെറിട്ടറിയൊക്കെ മാർക്ക് ചെയ്ത് ഇരയും പിടിച്ച് വെയിലും കാഞ്ഞു നടക്കുന്ന കടുവകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ മനുഷ്യരുടെയും വളർത്തുമൃഗങ്ങളുടെയും ഒക്കെ ശത്രുക്കളായിട്ട് മാറുന്നത്? അത് പ്രധാനമായിട്ടും ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ്. ഒന്ന്, അമ്മ കടുവ മക്കളുമായിട്ട് കിടക്കുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനുഷ്യർ അറിയാതെ നടന്ന് അവരുടെ മുന്നിൽ ചെന്ന് പെട്ടാൽ തൻ്റെ കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി കടുവ മുന്നിൽ വരുന്ന ആരായാലും ഒന്നും നോക്കാതെ ആക്രമിച്ചിരിക്കും. രണ്ടാമത്തേത്, കടുവ അതിൻ്റെ ഇരയെ പിടിച്ച് ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് അതിന് മുന്നിൽ അറിയാതെ ആര് ചെന്നു വിട്ടാലും തൻ്റെ ഇരയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് കരുതി അവരെ തിരിച്ചാക്രമിക്കും. ഈ ഒരു ശീലമുള്ളത് പക്ഷേ കടുവയ്ക്ക് മാത്രമല്ല, നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയ്ക്കും പട്ടിക്കും വരെ ഇതേ സ്വഭാവമുണ്ട്. മൂന്നാമതായിട്ട്, കടുവയുടെ വളരെ അടുത്തേക്ക് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചെന്നുപെടുകയാണെങ്കിൽ നമ്മളതിനെ ആക്രമിക്കാൻ ചെല്ലുകയാണോ എന്ന് കരുതി സ്വന്തം ജീവൻ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് നമ്മളെ ആക്രമിക്കും. അതായത് ഒരു 10 മീറ്റർ പരിധിക്ക് പുറത്താണ് കടുവയെ നമ്മൾ മുന്നിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അനങ്ങാതെ നിന്നു കൊടുത്താൽ കടുവ വഴിമാറിപ്പോയി എന്ന് വരാം. അതേസമയം നമ്മൾ ചെന്ന് നിൽക്കുന്നത് അതിനോട് വളരെ അടുത്താണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് നമ്മളെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നാലാമത് ഒരു സാധ്യത കൂടിയുണ്ട്. മറ്റൊരു കടുവ തൻ്റെ ടെറിട്ടറിയിലേക്ക് കയറുമ്പോൾ കടുവകൾ തമ്മിൽ ഉറപ്പായിട്ടും ഒരു ഏറ്റുമുട്ടൽ നടക്കും. ഈ പോരാട്ടത്തിൽ രണ്ടിലൊരു കടുവ തോറ്റുപോകും. ഇങ്ങനെ തോൽക്കുന്ന കടുവ പരിക്കുപറ്റി പിന്മാറുകയോ ചിലപ്പോൾ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യും. ചിലപ്പോൾ ഈ പോരാട്ടങ്ങളിൽ 2 കടുവകൾക്കും ഒരുപോലെ സാരമായി പരിക്കുപറ്റാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇങ്ങനെ പരിക്കുപറ്റുന്ന കടുവയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ പിന്നീട് ഇര തേടാൻ കഴിയാതെ വരുന്നു. അതായത് 200 കിലോയോളം ഭാരമുള്ള കടുവ അത്യന്തം വേഗത്തിൽ ഓടുന്ന മാനിനെയും കരുത്തുള്ള കാട്ടുപോത്തിനെയും ഒക്കെ പുറകെ ഓടി നഖമുള്ള കൈകൊണ്ട് കോർത്തു പിടിച്ച് കഴുത്തിൽ കടിച്ച് അതിനെ ദംഷ്ട്രകൾ ആഴത്തിലിറക്കി ഈ ഇരകളുടെ സുഷുമ്നാ നാഡി തകർത്തുകൊണ്ടാണ് അവയെ കീഴ്പ്പെടുത്തുന്നത്. അന്യോന്യമുള്ള ഏറ്റുമുട്ടലിൽ പരിക്കുപറ്റി പല്ലോ നഖമോ ഒക്കെ നഷ്ടപ്പെട്ടതും കൈകാലുകൾക്ക് പരിക്കുപറ്റിയതുമായിട്ടുള്ള കടുവകൾക്ക് പിന്നെ ഇരയെ ഇങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ പിന്നെ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഭക്ഷണം നാട്ടിലെ കന്നുകാലികളാണ്. അതുകൊണ്ട് കന്നുകാലികളെ ആദ്യം വേട്ടയാടുന്നു. അത് കിട്ടാതെ വരുമ്പോൾ അവർ അതിലും എളുപ്പമുള്ള മനുഷ്യരെ ഇരയാക്കുന്നു. അതുപോലെ പരിക്കേറ്റിട്ടല്ല എങ്കിലും പ്രായാധിക്യം കൊണ്ട് മേൽപ്പറഞ്ഞ അതേ പ്രശ്നങ്ങൾ നേരിടുന്ന കടുവകളും സ്വാഭാവികമായിട്ട് ഇര തേടാൻ കഴിയാതെ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് കന്നുകാലികളെ വേട്ടയാടുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട്. ഒരു കണക്ക് പറയുകയാണെങ്കിൽ കടുവകളുടെ ശരാശരി ആയുസ് ഏതാണ്ട് 16 വർഷമാണ്. അതായത് ഒരു സ്ഥലത്ത് ഒരു 100 കടുവ ഉണ്ടെങ്കിൽ അതിന് ഒരേ ഏജ് ഗ്രഡേഷൻ ആണെന്ന് കണക്കാക്കിയാൽ ഓരോ പ്രായത്തിലും 6-7 കടുവകൾ വീതം കാണും. അതായത് ഓരോ വർഷവും വയസ്സായി ആയുസ് കഴിയാറായ കടുവകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. ഇത്തരത്തിൽ പ്രായമായ കടുവകളിൽ ഭൂരിഭാഗവും മറ്റ് കടുവകളുമായിട്ട് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടാറാണ് പതിവുള്ളത്.
വയനാട്ടിൽ പിടികൂടിയ കടുവകളിൽ ഇത്തരത്തിൽ വയസ്സായ കടുവകൾ 1-2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നോർക്കുക. ഇതൊന്നുമല്ലാതെ അഞ്ചാമതൊരു കേസ് കൂടിയുള്ളത് മനുഷ്യരെ കൊന്നു തിന്നുന്നതിൽ പ്രിയമുള്ള മനുഷ്യ മാംസത്തിൻ്റെ രുചി പിടിച്ച ഒരു കൂട്ടം കടുവകളാണ്. നമ്മൾ ഈ പുലിമുരുകൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ നരഭോജികളായിട്ടുള്ള കടുവകൾ, നമ്മൾ ആളെക്കൊല്ലികൾ എന്ന് വിളിക്കുന്ന ഒരു തരം കടുവകൾ. ഇങ്ങനെ 5 തരത്തിലാണ് പൊതുവെ കടുവകൾ അക്രമകാരികളായിട്ട് മാറുന്നത്. പലപ്പോഴും ഒട്ടും ഇര തേടാൻ പറ്റാത്തതും അത്യന്തം മാനസികമായിട്ട് വെറി പിടിച്ചിട്ടുമായിട്ടുള്ള കടുവകളാണ് മനുഷ്യനെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാറുള്ളത്. ഉദാഹരണത്തിന് സുന്ദർബൻസിൽ നമ്മൾ കണ്ടുവരുന്ന ആളെക്കൊല്ലി കടുവകൾ, നമ്മൾ രണ്ടാമത് പറഞ്ഞ പോലെ കടുവയുടെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള മനുഷ്യൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള കടന്നുകയറ്റം കൊണ്ട്, അങ്ങനെ ഉണ്ടാകുന്ന വെറുപ്പ് കൊണ്ട്, സ്വന്തം ടെറിട്ടറി സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിൽ നിന്ന് മാത്രം ഉണ്ടായതാണ്. മനുഷ്യരെ കടുവ പിടിച്ചിട്ടുള്ള പല കേസുകളിലും കാടിൻ്റെ അരികിലോ അല്ലെങ്കിൽ കാടിനുള്ളിലോ നിന്നിട്ടുള്ളവരെയാണ് കന്നുകാലികളെ പോലും വേട്ടയാടാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കടുവകൾ ഭക്ഷിക്കാൻ വേണ്ടി ആക്രമിച്ചിട്ടുള്ളത്. എന്നാൽ രുദ്രപ്രയാഗിലും വയനാട്ടിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നരഭോജികൾ അവയുടെ സ്വാഭാവികമായിട്ടുള്ള ഇരജീവികളുടെ കുറവ് കൊണ്ടും ആവാസ സ്ഥലത്ത് മനുഷ്യൻ്റെ കടന്നുകൂടൽ മൂലമുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും മനുഷ്യനെ ആക്രമിക്കുകയും ഒരിക്കൽ മനുഷ്യനെ പിടിക്കാനുള്ള എളുപ്പവും മനുഷ്യൻ്റെ ഇറച്ചിയുടെ രുചിയും അറിഞ്ഞതോടെ അത് സ്ഥിരമാക്കുകയും ചെയ്തിട്ടുള്ള ജീവികളാണ് എന്ന് വേണം കരുതാൻ. അതുപോലെ കടുവയുടെ ടെറിട്ടറിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് ആഹാര ലഭ്യതയാണ് പ്രധാനമായിട്ടും അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ലോകത്തെവിടെയും ഇന്ത്യയിലും ആഹാരം യഥേഷ്ടം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ 500 ഹെക്ടറിൽ ഒരു കടുവ എന്ന നിലയ്ക്കും സൈബീരിയ പോലെ ഭക്ഷ്യലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ 20,000 ഹെക്ടറിൽ ഒരു കടുവ വരെയാണ് ഇതിൻ്റെ സാന്ദ്രതയുള്ളത്. 2022 ഒരു റിപ്പോർട്ട് പ്രകാരം 80 കടുവകളോളം കണ്ടുവരുന്ന വയനാട്ടിൽ ഇതിൻ്റെ സാന്ദ്രത 700 മുതൽ 1000 ഹെക്ടറിൽ ഒരു കടുവ വെച്ചാണ്. പണ്ട് സുഖമായി 7 മുതൽ 10 ചതുരശ്ര കിലോമീറ്റർ ഉള്ളിൽ നിന്ന് സുഭിക്ഷമായിട്ടുള്ള ഇര കിട്ടിയിരുന്ന ഒരു കടുവയ്ക്ക് ഇന്ന് ഇര കിട്ടണമെങ്കിൽ 15 മുതൽ 20 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത്, അതായത് 1500 മുതൽ 2000 ഹെക്ടറിലെങ്കിലും ഇര തേടണം എന്ന അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക, തൊട്ടടുത്തുള്ള ഒരു കടുവയുടെ ടെറിട്ടറിയിലേക്ക് ഈ കടുവ ഇര തേടി നടക്കുന്നതിനിടയ്ക്ക് അറിയാതെ കയറി ചൊല്ലും എന്നുള്ളതാണ്. അങ്ങനെ ചെന്നാൽ ഉറപ്പായിട്ടും ഈ 2 കടുവകളും തമ്മിൽ ഒരു പോരുണ്ടാവും. ഇങ്ങനൊരു പോരാട്ടം നടക്കുമ്പോൾ 2-ൽ 1 കടുവയ്ക്കെങ്കിലും, ചിലപ്പോൾ 2 കടുവകൾക്കും പരിക്ക് പറ്റുന്ന സാഹചര്യവും ഉണ്ടാകാനിടയുണ്ട്. അങ്ങനെ പരിക്ക് പറ്റിയാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കടുവയ്ക്ക് തൻ്റെ സ്ഥിരമിരയായിട്ടുള്ള മാനിനെ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കന്നുകാലികളെയോ ആടിനെയോ കോഴിയോ അല്ലെങ്കിൽ മനുഷ്യനെയോ തേടി കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിലേക്ക് ഇത് നയിക്കുകയും ചെയ്യും. ഇതുവരെ പറഞ്ഞതിനൊക്കെ പുറമെയാണ് കടുവകളുടെ സ്വാഭാവിക ഇരകളിൽ ഉണ്ടായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള കുറവ്. കാട്ടിനുള്ളിലെ കടുവകളുടെ സ്വാഭാവിക ഇരകളായിട്ടുള്ള മലമാൻ, കാട്ടുപോത്ത് എന്നിവയുടെ എണ്ണം കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനുള്ളിൽ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ കാടുകൾ വർഷം തോറും വരണ്ടുണങ്ങിപ്പോകുന്നതും കാട്ടിനുള്ളിൽ മഞ്ഞക്കൊന്ന അഥവാ സെന്ന സ്പെക്ടബിലിസ് അടക്കമുള്ള വിദേശ അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റം നടക്കുന്നതും വലിയ മരങ്ങൾ നിറഞ്ഞ കാപ്പിത്തോട്ടങ്ങൾ പതുക്കെ അപ്രത്യക്ഷമാകുന്നതും വനത്തിനകത്തെ മനുഷ്യരുടെയും കന്നുകാലികളുടെയും കൂടിയ സാന്നിധ്യവും നായാട്ടുമൊക്കെ ഒരു പരിധിവരെ ഈ കുറവിനുള്ള പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ടുള്ള കാരണങ്ങളാണ്. അപ്പോൾ ചിലർ ചോദിക്കാൻ സാധ്യതയുള്ളത്, വയനാട്ടിൽ ഇഷ്ടം പോലെ മാനുകളുണ്ടല്ലോ, എന്നിട്ടും എന്തിനാണ് കടുവ നാട്ടിലേക്ക് ഇറങ്ങി ഇങ്ങനെ മനുഷ്യനെ പിടിക്കുന്നത് എന്നാകും. വയനാട്ടിലെ മാനുകളുടെ എണ്ണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കൂടി വരിക തന്നെയാണ്. അത് പക്ഷേ മലമാനുകളുടെ അല്ല, പുള്ളിമാനുകളുടെ എണ്ണമാണ് എന്ന് മാത്രം. കടുവയ്ക്ക് സത്യത്തിൽ ഈ പുള്ളിമാൻ്റെ ഇറച്ചി അത്രയ്ക്ക് പഥ്യമല്ല. അതിനിഷ്ടമുള്ളത് മലമാൻ്റെയും കാട്ടുപോത്തിൻ്റെയും ഇറച്ചി തിന്നാനാണ്. എന്തുകൊണ്ടാണ് കടുവ മലമാനെയും കാട്ടുപോത്തിനെയും ഭക്ഷണമാക്കുന്നത്? എന്തുകൊണ്ട് പുള്ളിമാനിനെ ഇഷ്ടപ്പെടുന്നില്ല? ഏതാണ്ട് 200-250 കിലോഗ്രാം ഭാരം വരുന്ന കടുവയ്ക്ക് ഇരയെ ഓടിച്ചിട്ട് പിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതും ഏറെ സാഹസികമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഒരിക്കൽ ഇര തേടി ഓടിക്കഴിഞ്ഞാൽ 3 ദിവസത്തേക്കെങ്കിലും കഴിക്കാനുള്ള ഭക്ഷണം അതിന് കിട്ടേണ്ടതുണ്ട്. ഒന്നാമത് പുള്ളിമാൻ്റെ ഇറച്ചിക്ക് രുചി കുറവാണ്. അത് പോരാഞ്ഞിട്ട് കഷ്ടപ്പെട്ട് അതിനെ വേട്ടയാടി പിടിച്ചു എന്ന് തന്നെ കരുതുക. അതിൻ്റെ ഇറച്ചി കടുവയ്ക്ക് കഷ്ടിച്ച് 2 നേരം വിശപ്പടക്കാൻ മാത്രമേ തികയുള്ളൂ. എന്നാൽ വേട്ടയാടി പിടിക്കുന്നത് മലമാനെയാണ് എങ്കിൽ അതിൻ്റെ ഇറച്ചിക്ക് പുള്ളിമാൻ്റേതിനേക്കാൾ സ്വാദുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റിയും ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും ഭക്ഷിക്കാൻ ഉണ്ടാവുകയും ചെയ്യും. ഇതിന് കാട്ടുപോത്താണെങ്കിൽ 4-5 ദിവസം തിന്നാനുള്ളത് ഒരൊറ്റ വേട്ടയിൽ കടുവയ്ക്ക് കിട്ടും. എന്നാൽ അതേസമയത്ത് ഒരു കാട്ടുപോത്തിനെ വേട്ടയാടി പിടിക്കുക എന്ന് പറയുന്നത് കടുവയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം റിസ്ക് ഉള്ള ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് സാമാന്യം ആരോഗ്യവും വലിപ്പവും ശക്തിയുമുള്ള കടുവകൾ മാത്രമേ അതിന് മുതിരുകയുള്ളൂ. അത്രയ്ക്ക് ആവതില്ലാത്ത കടുവകൾ പോയി മലമാനെയാണ് വേട്ടയാടുക. അതും കിട്ടാതെ വരുമ്പോഴാണ് കടുവ പുള്ളിമാനെ വേട്ടയാടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ പുള്ളിമാൻ്റെ എണ്ണമാണ് വയനാട്ടിൽ വർദ്ധിച്ചു വരുന്നത്. ഈ പുള്ളിമാനുകൾ ഇങ്ങനെ കണക്കില്ലാതെ പെറ്റുപെരുകുമ്പോൾ അത് മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും ഒക്കെ പുനരുൽപാദനത്തെ ബാധിക്കുകയും അതുകൊണ്ട് മലമാനുകളുടെ ഭക്ഷണ ലഭ്യത വീണ്ടും കുറയുകയും ചെയ്യുന്നുണ്ട്. മലമാനുകളുടെയും കാട്ടുപോത്തിൻ്റെയും ഒക്കെ ഇറച്ചിക്ക് രുചി കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ നാട്ടിലെ നായാട്ടുകാരുടെ ലക്ഷ്യവും ഇതുതന്നെയാണ്.
ചുരുക്കി പറഞ്ഞാൽ കടുവയ്ക്ക് കാട്ടിൽ പട്ടിണി കൂടി വരിക തന്നെയാണ് എന്നർത്ഥം. കടുവ എന്ന് പറയുന്നത് ഒരു അംബ്രല്ല സ്പീഷീസാണ്, ഒരു കീസ്റ്റോൺ സ്പീഷീസുമാണ്. അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ എക്കോസിസ്റ്റത്തിൻ്റെ ആണിക്കല്ലും കാവൽക്കാരനുമാണ് കടുവ എന്നർത്ഥം. കാട്ടിൽ കടുവയില്ലെങ്കിൽ കാടില്ല, വെള്ളമില്ല. ഇത് രണ്ടുമില്ലെങ്കിൽ പിന്നെ നമ്മളുമില്ല. ജിം കോർബറ്റ് ഒരിക്കലും ഒരു സാധാരണ വേട്ടക്കാരനായിരുന്നില്ല. മനുഷ്യനും മൃഗവും തമ്മിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ നിയമസാധ്യതകളുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ ബലത്തിൽ അയാളൊരു പോംവഴി കണ്ടെത്തി എന്നു മാത്രം. അന്നത്തെ കാലത്ത് കോർബറ്റ് അവലംബിച്ച കാര്യങ്ങൾ ഇന്നത്തെ മാറിയ കാലത്തിന് ചേരുന്നതല്ല എന്ന അഭിപ്രായമുള്ളവർ തന്നെ ആയിരിക്കും നമ്മളിൽ പലരും. ഇന്ന് വന്യമൃഗങ്ങളെ അവ ഇനി എത്ര മനുഷ്യർക്ക് ശല്യമുണ്ടാക്കുന്നതും മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്നതുമായാൽ തന്നെയും അവയെ വേട്ടയാടുന്നത് പോയിട്ട് ദേഹത്തേക്കൊരു കല്ലെടുത്തെറിയുന്നത് പോലും ഇന്നത്തെ നിയമങ്ങൾ വെച്ച് ആലോചിക്കാൻ പോലും പറ്റുന്ന നടപടികളല്ല. സുന്ദർബൻസിലെ കൃഷിക്കാർ കടുവയെ പേടിച്ച് തലയുടെ പിന്നിൽ മനുഷ്യമുഖത്തിന് സമാനമായ മുഖംമൂടികൾ കൊണ്ട് നടക്കുന്നൊരു പതിവുണ്ട്. കടുവ മനുഷ്യനെ ആക്രമിക്കുന്ന പൊതുവെ പുറകിൽ നിന്ന് ആയതുകൊണ്ട് ഈ മുഖംമൂടികൾ പതുങ്ങി ചാടി വീഴാനെത്തുന്ന കടുവയെ സംശയത്തിലാക്കും. വളരെ വിചിത്രമായിട്ടുള്ള ഈ പതിവിന് ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണം ഒന്നുമില്ല എങ്കിലും മാൻ വേഴ്സസ് ടൈഗറിൻ്റെ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ് സുന്ദർബൻസിലെ കൃഷിക്കാരുടെ ഈ മുഖംമൂടികൾ. ഇത് ധരിക്കുന്ന മനുഷ്യർ പുറകിൽ നിന്ന് ഏതു നിമിഷം വേണമെങ്കിലും ചാടി വീഴാൻ കണക്കാക്കി പതുങ്ങിയിരിക്കുന്ന മരണമുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് അവരുടെ നിത്യനിദാനത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. നമ്മുടെ വയനാട് പതുക്കെ നീങ്ങുന്നതും ഇതേ അവസ്ഥയിലേക്ക് തന്നെയാണ്. പണ്ടായിരുന്നെങ്കിൽ നാട്ടിലിറങ്ങി ആളെ കൊല്ലുന്ന കടുവകളെ ജിം കോർബറ്റിനെ പോലുള്ള വേട്ടക്കാരെ വരുത്തി വെടിവെച്ച് കൊന്നു കളഞ്ഞിരുന്നു. ഇന്ന് നിലവിലുള്ള നിയമങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യം ഇങ്ങനെ മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ പിടികൂടി ക്ലോസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അവയെ പുനരധിവസിപ്പിക്കുക, അങ്ങനെ അവയെ മരണം വരെയും പോറ്റുക എന്നത് മാത്രമാണ്. ഈ ദിശയിൽ നമ്മുടെ വനംവകുപ്പ് ചില നടപടികളൊക്കെ കൈക്കൊണ്ടിട്ടുണ്ട് എന്നതും പറയാതെ വയ്യ. ചീഫ് വെറ്ററിനറി സർജനും നിരവധി കടുവപിടുത്ത ദൗത്യങ്ങൾ നയിച്ചിട്ടുള്ള വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ അരുൺ സക്രയുടെ മുൻകൈയിൽ 2022 ഫെബ്രുവരിയിൽ ഹാബിച്വൽ കോൺഫ്ലിക്ട്സ് നേരിടുന്ന, അതായത് കാട്ടിനുള്ളിലെ സ്വതസിദ്ധമായിട്ടുള്ള മൃഗവേട്ടയ്ക്കുള്ള കഴിവ് നഷ്ടപ്പെട്ട കടുവകളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള കുപ്പാടിയിൽ അനിമൽ ഹോസ്പൈസ് ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്ന പേരിൽ ഒരു പരിചരണ കേന്ദ്രം ആരംഭിക്കുകയുണ്ടായി. അതുപോലെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മാൻ അനിമൽ കോൺഫ്ലിക്റ്റിനെ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചതും കഴിഞ്ഞ വർഷം നമ്മുടെ സംസ്ഥാനമാണ്. നമുക്കിനി വേണ്ടത് യാഥാർത്ഥ്യബോധമുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇത്തരം നടപടികളാണ്. അങ്ങനെയുള്ള പരിഹാരക്രിയകൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് യഥാസമയം ഉണ്ടാകുമെന്നും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ വിലപ്പെട്ട ജീവനും വസ്തുക്കളുമൊക്കെ സംരക്ഷിക്കപ്പെടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.